വചനത്തിലേക്ക് തിരിഞ്ഞതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അതേ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനം അവിടുത്തെ ദാനമാണ്. അതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത്. അവിടുത്തെ ആ ജീവൻ, അവിടുത്തെ ആ ജ്ഞാനം, അവിടുത്തെ ആ സ്വഭാവം. അതേ കർത്താവേ, അങ്ങനെ തന്നെ അവിടുത്തെ വചനത്തിൽ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ പാതപീഠത്തിലായി ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിസ്ട്രാക്ഷൻസ് എല്ലാം, ബാക്കിയുള്ള ഡൈവേർഷൻസ്, ഡിസ്ട്രാക്ഷൻസ്, ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങളെ എല്ലാം മാറ്റിവെച്ച് അങ്ങേലേക്ക് തന്നെ നോക്കുവാൻ, വിശ്വാസത്തിൽ നായകനും പൂർത്തിവെക്കുന്നതിനായ യേശുവിലേക്ക് തന്നെ നോക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തരുന്നതിന് ഞങ്ങൾക്ക് കേൾക്കണം, അവിടുത്തെ സ്വരം കേൾക്കണം, അവിടുത്തെ ആശ്വാസം പ്രാപിക്കണം. അതെ കർത്താവേ, എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറെ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ എല്ലാവർക്കും പുതുതായിട്ട് വന്നിട്ടുള്ളവർ പോലും കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഞാൻ നമ്മളെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ വാക്യം എന്നുള്ള കാര്യം. ഒരു പക്ഷേ ഞാൻ തന്നെ ഏറ്റവും അധികം കോട്ട് ചെയ്തിട്ടുള്ള വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വചനം ഷെയർ ചെയ്യുമെന്നുള്ളതിനെക്കാട്ടിലും കൂടുതലും കർത്താവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറയാൻ നമ്മളെ പലപ്പോഴും എടുക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ യേശു കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ആഴത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്ത് വചനം ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ ഒരു വാക്യം, ആ ഒരു ആശ്വാസത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, സ്വസ്ഥതയുടെ ഒരു വാക്ക് പറയാൻ കർത്താവിൽ നിന്ന് കേട്ടതായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം. കർത്താവ് വാക്യം ഓർപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാൽ നമ്മൾ ഒരുപാട് വചനങ്ങളൊക്കെ കേൾക്കുകയും ആ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള പല കുറ്റബോധങ്ങളോ ഭാരങ്ങളോ, പിന്നെ ഒരുപക്ഷെ നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ തന്നെ പല സാഹചര്യങ്ങൾ, ചിലപ്പം ചില കടക്കെണിയായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, ജോലിയിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കും, ചില വ്യക്തിബന്ധങ്ങൾ, നമ്മളുടെ തന്നെ ബന്ധുക്കളോടുള്ള ബന്ധത്തിലോ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തിലോ ഒക്കെയുള്ള വ്യക്തിബന്ധങ്ങളിലുള്ള ചില ഉലച്ചിലുകൾ, ചില ഭാരങ്ങൾ, ചില കുറ്റബോധങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു വിഷയം വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളിലാണ്. ചിലരുടെ രക്ഷയെക്കുറിച്ചായിരിക്കും, ചിലരുടെ ആഴത്തിലുള്ള മാനസാന്തരത്തെക്കുറിച്ചായിരിക്കും, ചിലർ സഭയോട് ചേർന്ന് വരുന്നതിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ പല പല ദൈവം തരുന്ന ചില ഭാരങ്ങളുണ്ട്, പ്രാർത്ഥിക്കാനുള്ള ഭാരങ്ങളുണ്ട്. എന്നാൽ നമ്മളായിട്ട് തന്നെ നമ്മുടെ ഒരു സ്വയബലത്തിൽ ഒരു ഭാരം, ഒരു അധ്വാനം, അതായത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, അധ്വാനിക്കുക, ദോസു ആ വീറി, കാപ്പിയാവോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ്. എന്ന് പറഞ്ഞാൽ ടയേർഡ്, എക്സോസ്റ്റഡ്, ഔട്ട് ഓഫ് ലേബർ. നമ്മൾ ഒത്തിരി അധ്വാനിച്ച്, ശാരീരികമായിട്ട് ഒത്തിരി അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ഭാരമൊക്കെ ചുമന്ന് ഒത്തിരി അധ്വാനിക്കുന്ന, ഒത്തിരി നമ്മൾ ഭാരം എടുക്കുന്നു, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള അധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. ശാരീരികമായിട്ടുള്ളൊരു അധ്വാനമുണ്ട്, അവിടെ നമുക്ക് വിശ്രമം വേണം. എന്നാൽ നമ്മളുടെ ദേഹിയുടെ തലത്ത് ഒരു അധ്വാനം എന്താ വെച്ചാൽ, നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലും നമ്മുടെ വികാരങ്ങളിലും തീരുമാനങ്ങളും ഒക്കെ അടങ്ങുന്നത് നമ്മുടെ ദേഹി, മനസ്സ്, അതായത് ചിന്തകൾ, വികാരങ്ങൾ, തീരുമാനങ്ങൾ അടങ്ങുന്നത് നമ്മുടെ ദേഹി, നമ്മുടെ പ്രാണൻ. ആ പ്രാണനിന് പല ഭാരങ്ങൾ. ഇപ്പം നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് ഒരു ഭാരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിന് എടുത്ത് താഴെ വെക്കും. എന്നാൽ നമ്മളുടെ
പ്രാണനില് നമ്മുടെ മനസ്സിലൊരു ഭാരം ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ചിലപ്പോൾ അതും വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ മനസ്സിലെ ഭാരം ഭാവിയെ കുറിച്ചുള്ള ഭാരമായിരിക്കും. എനിക്ക് പഠിക്കാനൊക്കെ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള ഭാരമായിരിക്കും. നമുക്ക് പുതിയ നാളത്തെ ചില അഡ്മിഷൻ്റെ കാര്യമോ കോഴ്സിൻ്റെ കാര്യമോ ചില കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നത്. ശരിയാണ്, നമ്മുടെ ബാക്കിയുള്ള ലോകക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്വസ്ഥത അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ. തീർച്ചയായിട്ടും കർത്താവിലേക്ക് വന്നിട്ടുള്ളവരാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരും കർത്താവിലേക്ക് ഭാരങ്ങളെ വയ്ക്കുവാൻ ശീലിച്ചിട്ടുള്ളവരുമാണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നടന്നു നീങ്ങുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ ലോകത്തിന്റെ പ്രഭു കുറച്ച് ഭാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വരും. ഈ നമ്മളിപ്പോൾ വല്ല മിനി ലോറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചുവടൊക്കെ അതിനകത്ത് ഇട്ട് ചിലപ്പോൾ അവരറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴേ ഇതിനകത്ത് എന്തെങ്കിലും കുറെ ഭാരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിൽ അങ്ങ് നടക്കുമ്പോൾ അറിയാതെ ചില ഭാരങ്ങൾ അത് ആത്മാവിൽ, ഓഫ് കോഴ്സ് കർത്താവ് തരുന്ന ആത്മാവിൽ വരുന്ന പ്രാർത്ഥനയുടെ ഭാരങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല ഭാരങ്ങൾ. അത് നമ്മളെ ബേർഡൻ ചെയ്ത് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഭാരങ്ങളല്ല, മറിച്ച് നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുകയും കർത്താവിനോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ആത്മീയ ഭാരങ്ങളുണ്ട്. എന്ന് ഞാനീ പറയുന്ന ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഭാരങ്ങളാണെങ്കിൽ നമ്മൾ അതെടുത്ത് താഴെ വെക്കും. ഇപ്പം നമ്മളിപ്പം നമ്മുടെ പെഡസ്റ്റൽ ഫാനും പിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത് വലിയ ഭാരം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ മതി. ആ സ്പീക്കറിന്റെ ഭാരം എടുത്തുകൊണ്ട് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. നമ്മുടെ ശരീരത്തിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നമുക്ക് ഭയങ്കര നമുക്കറിയാം. എന്നാൽ മനസ്സിന്റെ ഭാരങ്ങൾ, ഞാൻ ഈ സൈക്യാട്രിസ്റ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങളുള്ളവര് ദിവസവും എന്നെ ഒന്ന് കാണുന്നത്. അപ്പം ഞാനൊരു സ്ലൈഡ് അവിടെ ഷെയർ ചെയ്താൽ, ഈ ലാപ്ടോപ്പിൽ ഷെയർ ചെയ്താൽ അത് എനിക്ക് കാണാൻ ഒപ്പം നോക്കിയാട്ടെ. അതായത് ഒരു പിക്ചറാണ്, കാണുന്നുണ്ടോ? അവിടെ ഒരു കാണുന്നുണ്ട്, അത് ഒരു ക്രോസ്. ഈ ചിത്രത്തിന് ഒത്ത് നടുക്ക് ഒരു കുരിശുണ്ട്. കുരിശിലെ കർത്താവ് മരിച്ച ക്രൂശ്, കർത്താവിൻ്റെ മുൾക്കിരീടവും കർത്താവിൻ്റെ അങ്കിയൊക്കെ അവിടെ ഒരു പ്രതീകമായിട്ട് കർത്താവ് മരിച്ച ക്രൂശ്. ഈ വാക്യം മത്തായി 11:28. ഞാൻ വെല്ലൂര് MD സെക്രട്ടറി കഴിഞ്ഞിട്ട് അവിടെ വെല്ലൂരിലെ ഒരു സിസ്റ്റർ ഹോസ്പിറ്റലിലെ കരിഗിരി എന്ന് പറഞ്ഞൊരു ലെപ്രസി മിഷൻ ഹോസ്പിറ്റലിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തായിരുന്നു. അപ്പം അവിടെ ആയിരുന്ന സമയത്ത് പലരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വാക്യം പെട്ടെന്ന് ഗോസ്പൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ വാക്യം ഉപയോഗിക്കുന്നത്. അപ്പം വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരൻ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യുന്ന ഇതുപോലെയൊക്കെ കുറച്ച് ഇതുപോലൊക്കെ മീഡിയ ഒക്കെ ഡിസൈൻ ചെയ്യുന്നൊരു സഹോദരനെ പരിചയപ്പെടാനിടയായിരുന്നു. അപ്പം പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പുള്ളി ഇതുപോലെ വചനമൊക്കെ ഡിസൈൻ ചെയ്ത കുറെ കാര്യങ്ങൾ എന്നെ കാണിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് ഈ ഒരു വാക്യം ഒന്ന് ഡിസൈൻ ചെയ്ത് തരണം, ഇങ്ങനെ കുറച്ച് ഇതുപോലുള്ള ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി അത് ഡിസൈൻ ചെയ്തു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിൻ്റെ കവർ പേജായിട്ടും പിന്നെ വേറെ പലയിടത്തും ഗൂഗിൾ മാപ്പിലും ഒക്കെ ഈ ഒരു ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു വശത്ത് വല്ലാത്തൊരു ഇരുണ്ട ഭാരപ്പെട്ട വരണ്ട ഒരു അവസ്ഥയാണ്. ഒരു വശത്ത് ഒരു ചെറിയൊരു പയ്യന്, ഒരു 10-18 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടായിരിക്കും. അവിടെ ഒരു വരണ്ട അവസ്ഥയാണ്, വരണ്ട് വിണ്ട ആ ഒരു നിലം, ഭാരം, ഇരുണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരുണ്ട അവസ്ഥയിലാണ് ഉള്ളത്. നമ്മള് കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നു, കർത്താവിന് വരുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. പിന്നെ കർത്താവിലേക്ക് വന്നതിന് ശേഷവും ചിലപ്പോൾ അതിൻ്റെ ചില ലാഞ്ചനകൾ നമ്മളിലേക്ക് വന്ന് കുറച്ചൊരു ഭാരങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഭാരമെല്ലാം ഈ ക്രൂസിംഗിലേക്ക് കർത്താവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എന്താവും? നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള തിരുക്കരങ്ങളിൽ ഒരു കുഞ്ഞു കുക്കുടു കിടന്ന് ഉറങ്ങുന്ന കണ്ട് ഒരു സ്വീറ്റ് ചൈൽഡ്, ഒരു അല്ലല്ലോ അവലാതിയൊന്നും ഇല്ലാതെ ഒരു പരാതിയോ ഒരു വിദ്വേഷമോ ഒരു കയ്പോ ഒരു ഭാരമോ ഒന്നുമില്ല, വളരെ സ്വസ്ഥമായിട്ട് വളരെ സുഖസുഷുപ്തിയിലാണ്. നമ്മളുടെ ആത്മാവിലും പ്രാണനിലും ഒക്കെ അതുപോലൊരു സ്വസ്ഥത, നിങ്ങളുടെ പ്രാണന് സ്വസ്ഥത കണ്ടെത്തും, ആത്മാക്കൾക്ക് സ്വസ്ഥത കണ്ടെത്തും എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. പ്രാണന് സ്വസ്ഥത കണ്ടെത്തും. ശരിയാണ്, ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സ്വസ്ഥത നിറഞ്ഞു കഴിഞ്ഞ് പ്രാണനിലും ഒരു സ്വസ്ഥത കണ്ടെത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതിന് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ അത് കം ടു മീ ഓൾ ഫോർ weary and heavy laden I will give you rest. തമിഴിൽ വരുത്തപ്പെട്ട് ഭാരം ചുമർത്തുന്നവരെ നിങ്ങൾ എല്ലാവരും എന്നിടത്തിൽ വാരുங்கள்
ഞാനും ഇളയിപ്പാറുതൽ തരുവേയും തമിഴൊക്കെ അറിയാവുന്ന ഹേമലത സിസ്റ്റർക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ വരുത്തപ്പെട്ട് ഭാരം ചുമത്തുകളെ നിങ്ങളെല്ലാവരും എന്നിടത്തിൽ വാരുമ്പോൾ ഞാനും ഇളയിപ്പാറുതൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റ്, ഒരു അനാപ്പാവോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാം. അനാപ്പാവോ എന്ന് പറഞ്ഞാൽ അതൊരു വേർബായിട്ടാണ് കഥ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അത് കറക്റ്റായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കും, അങ്ങനെ ഒരു വേർബായിട്ട്. ഇംഗ്ലീഷ് ഐ ഗിവ് യു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വസ്ഥരാക്കും. അതായത് അനാപ്പാവം എന്നുള്ള ഒരു ക്രിയ രൂപത്തിലാണ് വെച്ചാൽ ഞാൻ നിങ്ങളെ ടു കോസ് ഓർ പെർമിറ്റ് വൺ ടു സീസ് ഫ്രം എനി മൂവ്മെന്റ് ഓർ ലേബർ ഇൻ ഓർഡർ ടു റിക്കവർ റിഫ്രഷ് എന്നൊക്കെ അതിൻ്റെ ഒരു ഗ്രീക്ക് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രീക്കിലാണ് പുതിയ നിയമം ഒറിജിനലിൽ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. ആ ഗ്രീക്ക് പദം അനാപ്പാവോ എന്നുള്ള ആ ഒരു പദം പാവോ പോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഓഡിയോ വീഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പാവോ എന്നുള്ളത് പോസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അനാപ്പാവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശേഷണമായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഒരു ജലാശയത്തിൽ ഒത്തിരി റിപ്പിൾസ്, ഒത്തിരി ഓളങ്ങളുണ്ടെങ്കിൽ, ഒരു കല്ലെടുത്തിട്ട് ഒത്തിരി ഓളങ്ങളുണ്ട്, ആ ഓളങ്ങളെല്ലാം ശമിച്ച് അതൊരു ശാന്തതയിലേക്ക്, ഒരു സ്റ്റിൽനെസ്, ഒരു നിശ്ചലതയിലേക്ക് വരുന്ന ഒരു ട്രാങ്ക്വിലിറ്റി, ഒരു നിശ്ചലതയിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പം ശരിയാണ്, നമ്മൾ സ്വസ്ഥത സമാധാനമൊക്കെ അനുഭവിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അത്ര സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന അത്ര ആ ഒരു ആത്മാവിൽ നിറഞ്ഞു കവിയുന്നൊരു സ്വസ്ഥത, നമ്മുടെ പ്രാണനിലേക്കും നിറഞ്ഞു കവിയുന്ന ഒരു റെസ്റ്റ്, ഒരു സമാധാനം. ബാക്കി ശരിയാണ്, നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ ഉണ്ട്. കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ നമുക്ക് കരുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറിച്ചുള്ള ഒരു കൺസേൺ. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ സ്വസ്ഥത ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യാതെ വെറുതെ ഇതുപോലെ പടക്കം പൊട്ടിയാലും സ്വസ്ഥതയുണ്ട്. പടക്കം പൊട്ടിയതല്ലേ എന്തോ ഇത് തേങ്ങ എന്തോ വീണ എന്തോ സ്വസ്ഥത എല്ലാവർക്കും സ്വസ്ഥത എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരും ഉറങ്ങാതൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് കർത്താവ് പരീക്ഷിച്ച്. ഓക്കെ നമുക്ക് ആ ഒരു സ്വസ്ഥത. ബാക്കി എന്തെല്ലാം ചില പെട്ടെന്നുള്ള ചില സ്ഫോടനങ്ങളോ നമ്മൾ പത്രവാർത്തയൊക്കെ വായിക്കുമ്പോൾ ശരിയാണ് നമുക്ക് വല്ലാതെ വേദനയോ കൺസേൺ കരുതലുണ്ടാകും. കുഞ്ഞിന് ഉത്കണ്ഠ, ആശങ്ക, ഉത്കണ്ഠ, ജാഗ്രത മതി. അത് എങ്ങനെ പറഞ്ഞാൽ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് സർക്കാർ പറയുന്നത്. ആ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ ഉത്കണ്ഠ എന്നുള്ള അർത്ഥത്തിൽ, ഒരു ആങ്സൈറ്റി എന്നുള്ള അർത്ഥത്തിൽ അത് നമുക്ക് വേണ്ട. എന്നുവെച്ചാൽ ഈ എന്താ പറയുക, ഡു നോട്ട് ബി ആങ്ഷ്യസ്. അവിടെ കർത്താവിന്റെ ഒരു കൽപ്പന മത്തായി 6 കർത്താവ് 3 തവണ പറയുന്നൊരു കൽപ്പനയുണ്ടല്ലോ. നമുക്ക് ആ വാക്യത്തിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ആണല്ലോ. അതിന്റെ 6-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തോളം വരുമ്പോൾ 6-ാം അധ്യായത്തിൽ കർത്താവ് 3 തവണ പറയുന്ന ഒരു പാസേജിൽ 3 തവണ പറയുന്ന ഒരു കമാൻഡ്മെന്റ്, കൽപ്പന, വലിയ കൽപ്പന എന്നുള്ള രീതിയിൽ അതെ കൽപ്പനയാണ്. എന്നാൽ കർത്താവിന്റെ ഒരു ആശ്വാസത്തിന്റെ വാക്കും കൂടെ, ഡു നോട്ട് ബി വറീഡ്. നമ്മളിപ്പം കൊച്ചുങ്ങളോട് വെറുതെ പേടിക്കണ്ട, സാരമില്ല, പരീക്ഷയൊക്കെ ശരിയായിട്ട് നന്നായിട്ട് വരും, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറയുന്നത് പോലെ ഡു നോട്ട് ബി വറീഡ്. അതിന്റെ 25-ാമത്തെ വാക്യത്തില് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് തിന്നും, എന്ത് ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച്, നമ്മൾ അത് ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും. അപ്പം നമ്മൾ വിചാരിക്കുമോ നമ്മൾ ഇന്ന് 2 എക്സ്ട്രീമാണ്. പാവപ്പെട്ടവർക്കാണെങ്കിൽ ഭക്ഷണം ഇല്ലല്ലോ, പാനീയം ഇല്ലല്ലോ, എന്ത് കുടിക്കും എന്ത് തിന്നും എന്ന് പറയുന്ന ദരിദ്രന്മാരായിട്ടുള്ള ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ആൻസൈറ്റി. പണക്കാർക്ക് പല ചോയ്സ് ഉണ്ട്. എന്ത് ഭക്ഷണം, ബിരിയാണി വേണം, കുഴിമന്തി വേണം, അൽഫാം വേണം, ഇത് വേണം, അത് വേണം, ഏത് ചൂസ് ചെയ്യുന്നുള്ള ഉത്കണ്ഠയാണ്. അല്ലെങ്കിൽ ഏത് ജ്യൂസ് ഓർഡർ ചെയ്യണം, ചിലപ്പോൾ ഏതായാലും ഇപ്പം മറ്റേത് എന്ത് ധരിക്കും എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ധരിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശങ്കയാണെങ്കിൽ ഇതാണെങ്കിൽ ഏത് സാരി എടുക്കണം, ഏത് ചുരിദാർ ഇടണം, ഏത് പാൻസ്, ഏത് ഷർട്ട്, അതേക്കുറിച്ച് കൺഫ്യൂഷനാണ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടും അവിടെ അങ്ങനെ ആ എക്സ്ട്രീമിലായാലും ഈ എക്സ്ട്രീമിലായാലും ഒക്കെ കഥ പറഞ്ഞു വരുന്ന വെച്ചാൽ ഒരു ഉടുക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളായി ക്ലോത്തിങ്ങും ഫുഡും ഉടുപ്പും, അതായത് വസ്ത്രവും ആഹാരവും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അത് നമ്മൾ പറയുന്നത് ആ 25-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ഡു നോട്ട് ബി വറീഡ്, ഡു നോട്ട് ബി ആങ്ഷ്യസ്, ഡു നോട്ട് ബി ആങ്ഷ്യസ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നമ്മൾ ഫിലിപ്പിയർ 4:6 ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്നാണ്.
പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയും. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക വേണ്ട, പക്ഷെ ചിലപ്പോൾ ഒരു ഹെൽത്തി കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം കുഞ്ഞിന് അസുഖമാണ്, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരിടത്തേക്ക് യാത്ര ചെയ്ത് പോകണം, അപ്പൊ നമുക്ക് ശരിയാണ് അതിന്റെ പ്ലാൻ ചെയ്യണം, അതിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള കാര്യങ്ങളിൽ അത് അവിടെ നമ്മളൊരു ഒരു സ്വസ്ഥതക്കേടില്ലാതെ കർത്താവിന്റെ സ്വസ്ഥതയോടുകൂടി തന്നെ നമ്മുടെ സ്പീഡിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ സ്വസ്ഥതയായിട്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മളെല്ലാം ഏറ്റവും സ്ലോ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലൊന്നും അതിന്റെ അർത്ഥം. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഏറ്റവും സ്പീഡിൽ എഫിഷ്യന്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ സ്പീഡിൽ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ആത്മാവിലും പ്രാണനിലും ഒരു സ്വസ്ഥതയുണ്ടോ, അതായത് ആ ഒരു നിശ്ചലത, പെട്ടെന്നൊരു റിപ്പിൾസ് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഓളങ്ങളാണോ, ഒരു അസ്വസ്ഥതയുടെ ഓളങ്ങൾ, ആ ഒരു ഉത്കണ്ഠ, ആകുലചിന്ത, അങ്ങനെയുള്ള ഓളങ്ങളാണോ, അതോ മറിച്ചൊരു സ്വസ്ഥത? അവിടെ നമ്മളിപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ വായിച്ച് വിചാരപ്പെടരുത്, ആഹാരത്തെക്കാളും ജീവനും, ആഹാരത്തെക്കാട്ടിൽ ജീവൻ ഇമ്പോർട്ടൻ്റ് അല്ലേ, ഉടുപ്പിനേക്കാൾ ശരീരവും വലുതുമാണ്. അപ്പം ആകാശത്തിലെ പറവുകളെ നോക്കുക, കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിൽ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ആകാശത്തിലെ പറവുകളെ നോക്കുമ്പോൾ അവർ വിതയ്ക്കുന്നൊന്നുമില്ല. 26-ാമത്തെ വാക്യം. ഈ പറവുകളെ ഏതാണ്ട് വിതച്ച് അവര് തക്ക സമയത്ത് വിതച്ച് കൊയ്തൊക്കെയാണോ പറവുകൾ ഭക്ഷിക്കുന്നത്? ദൈവം അവരെ പുലർത്തുന്നില്ലേ എന്നുള്ള കാര്യം നോക്കുക. ആകാശത്തിലെ പറവുകളെ നോക്കും, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല, ബാൺസിൽ അവര് ഫാം ഹൗസിലെല്ലാം കൂടെ കൂട്ടി വെക്കുക, കാര്യങ്ങളൊന്നും ചെയ്തെങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ്, അവിടെ പറഞ്ഞേക്കുന്നത് സ്വർഗസ്നായ അവരുടെ പിതാവ് എന്നല്ല, ഈ കിളികളുടെ പിതാവല്ല, കുറച്ച് നിങ്ങളുടെ പിതാവ് അവരെ കരുതുന്നില്ലയോ എന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മളുടെ വീട്ടില് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഒരു നായ്ക്കുട്ടിയുണ്ട്. അപ്പം ആ നായ്ക്കുട്ടിയെ കരുതുന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ എത്രയധികം കരുതും എന്ന് പറയുന്നതില് പറവുകളുടെ പിതാവല്ല ദൈവം, പറവുകളുടെ സ്രഷ്ടാവാ, എന്നാൽ നമ്മളുടെ പിതാവാ. അപ്പം പറവുകൾക്ക് ആഹാരം കൊടുക്കുമെങ്കിൽ നമുക്ക് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എത്ര അധികം ദൈവം കരുതും എന്നുള്ളൊരു കാര്യമാണ്. അതെ, എങ്കിലും സർവീസിനായി നിങ്ങളുടെ പിതാവ്, യുവർ ഹെവൻലി ഫാദർ ഫീഡ്സ് ദം, അവയെ പുലർത്തുന്ന, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിൽ വിചാരപ്പെടുന്നതിനേക്കാൾ നിന്റെ നീളത്തോട് വിചാരപ്പെടുന്നതിനാൽ, അതായത് വിചാരപ്പെട്ടുകൊണ്ട് നമ്മള് വിചാരപ്പെടുക എന്നുള്ള വാക്ക്, വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കരുതെന്നല്ല, വിചാരപ്പെടരുത്. വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ ആശങ്ക, ഉത്കണ്ഠ, ടെൻഷൻ, വെപ്രാളം, ഭയങ്കര അസ്വസ്ഥത, ആ ഒരു കാര്യം. നമ്മൾ ശരിയാണ്, നമുക്ക് വിചാരങ്ങൾ വേണം, നമുക്ക് ചിന്തകൾ, പ്ലാൻ, അതെല്ലാം വേണം. എന്നാൽ വിചാരപ്പെടുന്ന ആ ഒരു വിചാരപ്പെടുക എന്നുള്ള എനിക്ക് കുറച്ചുകൂടി പഴയ മലയാളം പ്രയോഗമാണെന്ന് തോന്നുന്നത്. നമ്മൾ കുറച്ചുകൂടെ ടെൻഷൻ അടിക്കരുത്, ഉത്കണ്ഠപ്പെടരുത്, ആകുലപ്പെടരുത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ വിചാരപ്പെടുന്നതിനേക്കാൾ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുക. നമ്മൾക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇനിയിപ്പം ഒരു മുഴം കൂടെ കൂട്ടാൻ പറ്റുമോ വിചാരപ്പെടുന്നുണ്ട്? അതെ, ആ ഒരു അതുപോലെ തന്നെ അത് നീളത്തോടെന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷില് ടു ഹിസ് ലൈഫ്, നമ്മളുടെ ആയുർദൈർഘ്യം ഇത്ര വർഷങ്ങള് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരപ്പെടുന്നതുകൊണ്ട് ഇത് കൂടത്തില്ല, കുറച്ച് കുറയത്തേ ഉള്ളൂ. ടെൻഷൻ അടിക്കുമ്പോൾ അസുഖങ്ങളൊക്കെ വന്ന് നമ്മുടെ ആയുസ് കുറയത്തേ ഉള്ളൂ എന്നാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. പിന്നെന്താ, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? 28-ാമത്തെ വാക്യം, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നോക്കൂ എന്ന് നിരൂപിക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമുഖത്തിൽ ഇവർ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ശലോമോൻ രാജാവ്, ഏറ്റവും ജ്ഞാനിയായ രാജാവ്, വളരെ പ്രതാപമുഖത്തോടെ വാണ രാജാവ് പോലും ആ ശലോമോന്റെ ക്ലോത്തിങ് ഒക്കെ ഏറ്റവും ഭയങ്കര സ്പ്ലെൻഡഡ് ആയിട്ടുള്ള, ഏറ്റവും ഭയങ്കര കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ശലോമോൻ പോലും ഈ താമരയുടെ ആ ഗ്ലോറിയുടെ അത്രയും, ഈ ലില്ലിപ്പൂവിന്റെ ഈ പൂക്കളുടെ അത്രയും നന്നായിട്ട് ചമഞ്ഞിരുന്നില്ല, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. ഈ താമര ഏതാണ്ട് നൂറ്റാണോ അധ്വാനിച്ചാണോ തന്റെ വസ്ത്രം ധരിച്ചത്? പിതാവ് അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ വാക്യം, ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, ഇന്നുണ്ട്, നോക്കുമ്പോൾ നാളെ ഇല്ല, നാളെ അത് അടുപ്പിൽ തീയിട്ടേക്കുക, അതെല്ലാം കരിഞ്ഞു പോയേക്കുക. വയലിലെ പുല്ലിന് ദൈവം ഇങ്ങനെയാണ് ചമയിക്കുവാണ് ഒരുക്കുന്നതെങ്കിൽ, ക്ലോത്ത് ചെയ്യുന്നതെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആകുല ചിന്തകൾ വരുമ്പോൾ അതിനകത്ത് നമ്മളുടെ വീണ്ടും നമുക്ക് കർത്താവിനുള്ള ഒരു വിശ്വാസവും ആശ്രയവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആകുല ചിന്തകൾ, ടെൻഷന്, വെപ്രാളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതാ കർത്താവ് പറഞ്ഞ അല്പവിശ്വാസികൾ, യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, നമ്മളുടെ
കർത്താവിൽ അതുപോലെ ഒരു അടിയുറച്ചൊരു വിശ്വാസവും ആശ്രയവും ഉണ്ടെങ്കിൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയബോധമാണ് നമ്മളിപ്പോൾ പറയുന്നത് പോലെ. സഗ്വർ പറഞ്ഞാണെങ്കിൽ ഫെയ്ത്ത് ഇസ് എ ഹെൽപ്ലെസ് ചൈൽഡ് ലൈക്ക് ഡിപെൻഡൻസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ഗോഡ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശിശു സഹജമായിട്ട് കർത്താവിലുള്ളൊരു ആശ്രയവും ഉറപ്പുമാണ് വിശ്വാസം. ശിശു സഹജമായിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിസ്സഹായമായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. നമ്മൾ കൊമ്പ് മുന്തിരിവെളിയിൽ വസിക്കുന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും മാസങ്ങളായിട്ട് നമ്മൾ യോഹന്നാൻ 15 കാര്യങ്ങൾ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആ കൊമ്പ് മുന്തിരിവെള്ളിയിൽ തന്നെ അതിന് തൻ്റെതായ അസ്തിത്വമില്ല, അതുപോലെ ഹെൽപ്ലെസ്ലി ഡിപ്പെൻഡൻ്റ്, അതുപോലെയുള്ള ഒരു ആശ്രയം ഉള്ളപ്പം നമ്മൾ ആകുല ചിന്തയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ വിശ്വാസം, ആ കർത്താവിലുള്ള ഒരു വിശ്വാസം നമുക്കുള്ളപ്പോൾ നമുക്ക് പിന്നെ ആകുല ചിന്തയുടെ ആവശ്യമില്ല. എൻ്റെ പിതാവ് കരുതിക്കൊള്ളും. വയലിലെ പുഷ്പങ്ങളെ ദൈവം ഇത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ആകാശത്തിലെ പറവുകളെ ഇത്രയധികം ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ക്ലോത്തിങ്, എൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യമാവട്ടെ, എൻ്റെ ആഹാരത്തിൻ്റെ കാര്യമാവട്ടെ, എത്രയധികം ദൈവം എൻ്റെ പിതാവ് കരുതിക്കൊള്ളും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് പറയുക 31 വാക്യത്തിൽ. അപ്പൊ നമ്മൾ 25 വാക്യത്തിൽ വിചാരപ്പെടരുന്ന ഒരു കൽപ്പന, ഒരു കർത്താവിന്റെ കൽപ്പനയിലും ആശ്വാസവാക്കെന്നും പറയാം. കൽപ്പന എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടൽ വരുന്ന രീതിയിലുള്ള കൽപ്പന ശരിയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്, എന്നാൽ അതൊരു കർത്താവിന്റെ ഒരു ആശ്വാസവാക്യം കൂടാണ്. ഇതിനോട് പറയും 31 വാക്യത്തിൽ വീണ്ടും 25 നമ്മൾ കണ്ടു, മത്തായി 6:25. ഇപ്പൊ 31 ആകെ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. വീണ്ടും കർത്താവ് പറയും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആൻഷ്യസ്, ഡു നോട്ട് വറി. അത് കഴിഞ്ഞിട്ട് 32 വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികൾ, ദൈവത്തെ പിതാവായിട്ട് അറിഞ്ഞിട്ടില്ലാത്തവരാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നത്. എന്നുവെച്ചാൽ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, വസ്ത്രം, ഭക്ഷണം എല്ലാം വേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ അതിന്റെ പിന്നാലെയല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവ് വേണ്ടുന്നതെല്ലാം ചേർത്തുകൊള്ളും പറഞ്ഞു വരുന്നത്. അതാ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവത്തിന് അറിയാം, ദൈവത്തിന് അറിയത്തില്ല. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാ സ്കൂളിൽ ക്ലാസ് തുടങ്ങാൻ നേരത്ത് എന്തൊക്കെയാ അവർക്ക് കൊണ്ടുപോകണം, എന്തൊക്കെയാ എന്നുള്ള കാര്യങ്ങൾ അപ്പനമ്മമാര് കരുതത്തില്ലേ? അപ്പൊ അതുപോലെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ അറിയാം നമുക്ക് എന്തൊക്കെയാ ആവശ്യം, എന്തൊക്കെയാ കാര്യങ്ങൾ വേണ്ടതെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അറിയുന്നില്ലേ? മുമ്പേ 33 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലെ, മത്തായി 6:33 നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത വലിയൊരു വാഗ്ദത്തം, ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാല് യേശുവിന്റെ രാജ്യം എന്ന് പറഞ്ഞാല് യേശു രാജാവായിരിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യം. ഒരു സാമ്രാജ്യത്തിന് അനേകം രാജാക്കന്മാര് കാണും. ഒരു സാമ്രാജ്യം, ഒരു എംപയറിൽ അനേക രാജാക്കന്മാര് കാണും. അവർ തമ്മിൽ അടിയിടുമായിരിക്കും. എന്നാൽ ഒരു രാജ്യത്തിൽ എത്ര രാജാവുണ്ട്? ഒരു രാജാവേ ഉള്ളൂ. അപ്പം യേശുവിന്റെ സാമ്രാജ്യം, ദൈവത്തിന്റെ സാമ്രാജ്യം എന്നല്ല കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു രാജാവേ ഉള്ളൂ. അവിടെ ആ രാജസ്ഥാനത്തിനായിട്ട് മല്ലടിക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വയമാണ്. നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ രാജ്യത്തിന് മല്ലടിക്കുന്നത് നമ്മുടെ സ്വയം, നമ്മളുടെ എൻ്റെ ഇഷ്ടം, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം, എനിക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെതായ ചില രീതികൾ, എൻ്റെതായ ചില ഇഷ്ടങ്ങൾ, ദൈവത്തിന് വിരോധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരു എൻ്റെ രാജ്യം, എൻ്റെതായ എൻ്റെ സ്വയത്തിന്റെ ഒരു രാജ്യം വരാനൊരു സാധ്യതയുണ്ടെന്നാൽ അവിടെ കർത്താവ് ഞാൻ അവിടുത്തെ രാജ്യമാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത്. ഞാൻ അങ്ങക്ക് എൻ്റെ ജീവിതം അവിടുത്തെ രാജാവായിട്ട് ഞാൻ അവരോധിക്കുന്നു. ഐ എം ത്രോൺ യു ആസ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. നമ്മൾ രാജാതിരാജൻ ദേവാദിദേവൻ എന്നൊക്കെ നമ്മുടെ ആദ്യം പാട്ടിൽ പാടിയതുപോലെ അവിടെ നിന്നാണ് എല്ലാ രാജാക്കന്മാരിലും എല്ലാ പ്രഭുക്കന്മാരിലും എല്ലാം മേലായിട്ട് അവിടുത്തെ അങ്ങേ ഞങ്ങൾ രാജാവായിട്ട് അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുന്നു. അവിടുത്തെ അതാ കർത്താവിന്റെ രാജ്യത്തെ അന്വേഷിക്കുക. സീക്കിംഗ് ഹിസ് കിങ്ഡം എന്ന് പറഞ്ഞാൽ കർത്താവിനെ തന്നെ രാജാവായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന അവരോധിക്കുന്ന ഒരു കാര്യം. പിന്നെ അത് എല്ലാത്തിലും കർത്താവിന്റെ കൺട്രോളിലേക്ക്, കർത്താവിന്റെ ലോർഡ്ഷിപ്പ്, കർത്തൃത്വത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാ. ആ കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ ആ രാജ്യത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറയുന്നത്. റോമർ 14 ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ മത്തായി 11 നമുക്ക് തിരിച്ചു വരാം. റോമർ 14 അധ്യായത്തിന്റെ 17 വാക്യം. റോമർ 14:17 യേശു കർത്താവ് രാജാവായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയ്ക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ? റോമർ 14:17 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഭക്ഷണത്തെ പാനീയത്തെ കുറിച്ചൊക്കെ ജനപ്പെടുന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞു കേൾപ്പോൾ നമ്മൾ വായിച്ചാണ്. ഭക്ഷണവും പാനീയമുള്ള കാര്യമൊക്കെ അതൊന്നുമല്ല. നീതിയും, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയും. അല്ലെങ്കിൽ കുറച്ചുകൂടെ പെരുമാറ്റം. ഇപ്പം
പരിശുദ്ധാത്മാവിൽ നിന്നുള്ളത് കോമൺ ആയിട്ട് എടുത്താൽ പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവും. ഇംഗ്ലീഷിൽ ഇങ്ങനെ റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഒന്ന് നിറയുമ്പോഴാണ് യേശു രാജാവായിട്ട് ആയിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് പട്ടപൂജ്യമായിട്ട് സീറോവായിട്ട് സമർപ്പിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലെ രാജാവായിട്ടായിത്തീരും. അപ്പോൾ കർത്താവിൻ്റെ നീതി നമ്മളിൽ നിറയ്ക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവിൻ്റെ നീതി അങ്കിൽ നമ്മളെ അണിയിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഓരോ പരീക്ഷകളുടെ പ്രലോഭനത്തിൻ്റെ മധ്യത്തിൽ അവിടെ കർത്താവിൻ്റെ നീതിയായിട്ടുള്ളത് ചെയ്യുവാൻ, കോപിക്കാനോ മോഹിക്കാനോ ആകുലപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കാനോ നിഗളിക്കാനോ കൈപ്പാട്ടിരിക്കാനോ ഒക്കെ ഉള്ള നമ്മളുടെ ഓരോ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ അവിടെ കർത്താവിൻ്റെ നീതി ചെയ്യുവാൻ, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് റൈച്ചസ് റിക്വയർമെന്റ് ഓഫ് ദ ലോ, ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് നീതി എന്ന് പറയുന്നത്. യേശുവിൽ അത് നിവർത്തിയായത്. യേശുവിൻ്റെ സ്വഭാവമാണ്, ദൈവ സ്വഭാവമാണ് നീതി. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലൊരു നീതി, ദൈവരാജ്യം നമ്മളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിലൊരു നീതിയുണ്ട്, സമാധാനമുണ്ട്. ആ സമാധാനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസ്വസ്ഥത നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ളൊരു കാര്യം. പിന്നെ പരിശുദ്ധാത്മാവിനുള്ളൊരു സന്തോഷം, കർത്താവിനുള്ളൊരു സന്തോഷം, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ടെന്ന് എവിടെ നമ്മൾ വായിക്കുന്നത്? സങ്കീർത്തനം 16-11 വാക്യത്തിൽ, അവസാനത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് മത്തായിലേക്ക് വരുമ്പോൾ മത്തായി 6-ാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അപ്പം അവൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയ്ക്കുന്ന ഒരു നീതി, യേശുവിൻ്റെ ഒരു നീതി സ്വഭാവം, യേശുവിൻ്റെ ഒരു സന്തോഷവും യേശുവിൻ്റെ ഒരു സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയും. അങ്ങനെ ആ കാര്യങ്ങൾ അതാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ശരിയാണ്. നമുക്ക് ജോലി ചെയ്യണം, സമ്പാദിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ അതൊരു ആകുല ചിന്തയോടെ അതിൻ്റെ പിന്നാലെ ഉള്ളൊരു പരക്കം പാച്ചിലല്ല, മറിച്ച് കർത്താവിനെ നമ്മളങ്ങ് പിൻപറ്റുന്നു, കർത്താവിലേക്ക് നമ്മൾ നോക്കുന്നു. അപ്പോൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് ശരിയാണ് ജോലി ചെയ്യാനുള്ള ആർജവും ജോലി തേടാനുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ദൈവം തന്നെ നമുക്ക് അതിനുള്ള ഒരു ബലവും ജ്ഞാനവും ഒക്കെ തരും. ദൈവം തന്നെ അതിൻ്റെ വേണ്ടതായിട്ടുള്ള ചില വാതിലുകളൊക്കെ തുറക്കും, വേണ്ടാത്തതായിട്ടുള്ള വാതിലുകളൊക്കെ അടയ്ക്കും. അപ്പം അവൻ്റെ രാജ്യവും നീതിയും, കർത്താവിൻ്റെ നീതി, കർത്താവിൻ്റെ സ്വഭാവം, അത് തന്നെ നമ്മളുടെ ആഗ്രഹവും വാഞ്ചയായിട്ടായിരിക്കുമ്പോൾ കർത്താവിനെ തന്നെ രാജാവായിട്ടായിരിക്കാൻ നാം എപ്പോഴും അങ്ങനെ നമ്മെ തന്നെ സമർപ്പിക്കുകയും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ അവിടുത്തെ രാജാവായിട്ടല്ലാതെ ഞാൻ തന്നെ രാജാവായിട്ടിരിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ട് ഉണ്ടെങ്കിൽ കർത്താവ് കാണിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാക്കി. നമ്മളുടെ ചിന്തകളാവട്ടെ, നമ്മൾ എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, നമ്മളുടെ വർത്തമാനം, നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ ഭാര്യയോട് ഭർത്താവിനോടുള്ള വർത്തമാനം, കുഞ്ഞുങ്ങളോടുള്ള വർത്തമാനം, അയൽവക്കക്കാരോടുള്ള നമ്മുടെ ഇടപെടലുകൾ, നമ്മളുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ സംസാരം, നമ്മുടെ ജോലിയിലുള്ള വിശ്വസ്തത, അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ കർത്താവെ അവിടുത്തെ രാജ്യം ഞാൻ അന്വേഷിക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ പൂർണ്ണ കർത്തൃത്വം ഇല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? കർത്താവിന്റെ രാജ്യത്തെ ഞാൻ അന്വേഷിക്കുക, കർത്താവിന്റെ നീതി, കർത്താവിന്റെ സ്വഭാവത്തെ അന്വേഷിക്കുക. അപ്പോൾ കർത്താവിന്റെ പ്രോമിസ് എന്താ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അത് വലിയൊരു പ്രോമിസ്. നമുക്ക് വേണ്ടുന്നതല്ല, നമുക്ക് ഭക്ഷണവും പാനീയവും പാർപ്പിടവും നമുക്ക് വേണ്ടുന്നതല്ല. നമുക്ക് എന്ത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാവും എന്നുള്ളതല്ല, നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ മുമ്പേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് യേശുവിനെ പോലെ ആയിത്തീരണം, എനിക്ക് യേശുവിനെ എൻ്റെ ജീവിതത്തിന് എല്ലാം ആയിത്തീരണം എന്നുള്ള ആ ഒരു യേശുവിനെ എൻ്റെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും രാജാവായി തീരണം എന്നുള്ള ഒരു വലിയൊരു വാഞ്ചയും സമർപ്പണവും എന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണ്. ഇപ്പം 3 ദിവസങ്ങൾ കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരല്ല, ആയിരങ്ങൾ കർത്താവിനെ കേൾക്കുവാനായിട്ടായിരുന്ന ഒരു കാര്യം നമ്മളിവിടെ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് മത്തായി 14 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ മത്തായി 14 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ മത്തായി 15-ന്റെ 32 എന്താ നമ്മൾ വായിക്കുന്നത്? എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. മത്തായി 15-32 എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരെ ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. മറ്റേ 5000 പേരെ പോഷിപ്പിക്കുന്ന 3 നാളായിട്ട് പാർക്കുന്നൊന്നും ഇല്ലായിരുന്നു. അവര് ബെത്സയിലോട്ടൊക്കെ വന്നു, വൈകിയപ്പോഴത്തേക്കും കർത്താവ് അങ്ങ് പോഷിപ്പിക്കുക. അവരൊക്കെ ആഹാരം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് 4000 പേരെ പോഷിപ്പിക്കുന്ന ഒരു എന്താ പറയുക 7 അപ്പവും കുറച്ച് മത്സ്യങ്ങളും കൊണ്ട്, അത്
4-ാമത്തെ വാക്യത്തിൽ 7 അപ്പമുണ്ട്, കുറച്ച് ചെറുമീൻ, നത്തലിയോ അതുപോലുള്ള ചെറുമീനായിരിക്കും, വലിയ മീനൊന്നുമല്ല. അതുപോലുള്ള ചെറുമീനും ഉണ്ട്, അതുകൊണ്ട് പോഷിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ 32-ാമത്തെ വാക്യം, കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ കർത്താവ് വീണ്ടും കൊടുക്കുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അതാ 32-ാമത്തെ വാക്യത്തിൽ ഈ പുരുഷൻ ഇപ്പൊ 3 നാളായി എന്നോട് കൂടെ പാർക്കുക, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഇല്ലായിക്കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സിലേക്ക് തോന്നുന്നു, അവരെ പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. അതായത് ഇത്രയും അവര് കുറച്ച് നേരത്തേക്ക് 1-2 ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ അവര് കരുതിയിട്ടായിരിക്കും യേശുവിന്റെ കൂടെ കൂടിയത്. എല്ലാവരുടെ ഭക്ഷണമൊക്കെ തീർന്നു, ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ചു. 3 നാളായിട്ട് എന്റെ കൂടെ അവര് ആത്മീയ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഒരു വാഞ്ചയോടെ ആയിരിക്കുമ്പോൾ ഇവര് ആത്മീയ ഭക്ഷണമൊക്കെ മതി, കർത്താവ് ഭയങ്കര സൂപ്പർ സ്പിരിച്വലായിട്ടാണ്, നിങ്ങൾക്ക് ഭൗതിക ഭക്ഷണത്തിന്റെ കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ആത്മീയമായിട്ട് നിങ്ങൾ നിറഞ്ഞല്ലോ, നിങ്ങൾ പൊയ്ക്കോ എന്ന് ഭയങ്കര സൂപ്പർ സ്പിരിച്വലായിട്ട് പറയുകയില്ല, ആത്മീയനായിട്ട് പറയുകയില്ല. മറിച്ച് അവരുടെ ആ ഒരു ആവശ്യങ്ങൾ, അവര് ക്ഷീണിച്ച് തളർന്നു പോകും. ദേ മൈറ്റ് ഫെയിന്റ് ഓൺ ദ വേ. അതിനകത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കാണാം, അവരൊക്കെ അവരിനി അത്ര ദൂരം പോകണ്ടേയില്ലേ, അവര് തളർന്നു പോകത്തില്ലേ, അവര് വീണു പോകത്തില്ലേ, അവര് ആ കർത്താവിന്റെ ആ ഒരു കരുതൽ. ശിഷ്യന്മാർ അവരോട് ഇത്ര വലിയ പുരുഷാരത്തിനെ തൃപ്തി വരുത്തുവാൻ അപ്പൊ ഈ കാട്ടില്, ഈ ഡെസലേറ്റ് പ്ലേസില്, ഈ കുറ്റിക്കാട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, പോഷിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ചോദിച്ച് പിന്നെ കർത്താവ് എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും പിന്നെ ശിഷ്യന്മാർ പുരുഷാരത്തിനൊക്കെ കൊടുത്തതായിട്ടും അവരെല്ലാം തന്നെ തൃപ്തിയായതായിട്ടും 7 വലിയ കൊട്ടകൾ ശേഖരിക്കുന്നതായിട്ട്, മറ്റേടത്ത് 12 കൊട്ടകളായിരുന്നു, അതേ 14 ഇവിടെ 7 കൊട്ടകൾ ശേഖരിക്കുന്ന. അവിടെ 4000 പുരുഷന്മാരുണ്ടായിരുന്നു എന്ന 38-ാമത്തെ വാക്യത്തിൽ. പുരുഷന്മാരുണ്ടായിരിക്കുമ്പം 4000-ലേറെ സ്ത്രീകൾ. ഇപ്പം തന്നെ പുരുഷന്മാരെക്കാട്ടി കൂടുതലാണ് സ്ത്രീകൾ, സഹോദരന്മാരെക്കാട്ടി കൂടുതലാന്ന് വെച്ചാൽ സഹോദരിമാർ കൂടുതൽ ബലഹീന പാത്രങ്ങളായതുകൊണ്ട് അവർ കൂടുതൽ കർത്താവിലേക്ക് അടുത്ത് വരാൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു സ്വർഗത്തിലും കൂടുതൽ മെയിൽ പോപ്പുലേഷനെക്കാട്ടി കൂടുതൽ ഫീമെയിൽ പോപ്പുലേഷൻ ആയിരിക്കും. അപ്പം അതിൽ അന്ന് ദൈവമേ എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് നന്ദി എന്ന് പറയുമായിരിക്കും. പുരുഷന്മാരായിട്ട് ചങ്കൂറ്റമായിട്ട് നിന്നവരൊക്കെ നരകത്തിലോട്ട് ചെന്ന് ചങ്കൂറ്റത്തോടെ ചെന്ന് പതിക്കും. എന്നാൽ മിക്ക കൂട്ടായ്മയായിട്ട് നമ്മൾ നോക്കിയാലും കൂടുതൽ സഹോദരിമാരായിരിക്കും. ഇതിൽ അവർ കൂടുതൽ ബലഹീനരായതുകൊണ്ട് അവർക്ക് കർത്താവിലെ അടുക്കാൻ, ആത്മാവിൽ ദരിദ്രരായവർക്ക് കർത്താവിലേക്ക് അടുക്കാൻ പറ്റുന്ന അവർക്ക്. അപ്പൊ അതുകൊണ്ട് 4000 പുരുഷന്മാരുണ്ടായിരുന്നു പറയുമ്പോൾ ചിലപ്പോൾ 8000 സ്ത്രീകളുണ്ടായിരുന്നിരിക്കും, കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ എല്ലാം ഉണ്ടായിരുന്നിരിക്കും, അത്രയും പേര്. പിന്നെ അവർ പുരുഷത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് പടകിൽ കയറി മഗധാദേശത്തേക്ക് പോയതായിട്ട് നമ്മൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം തിരിച്ച് മത്തായി 6:33 വരുമ്പം ആ കാര്യം പറഞ്ഞിട്ട് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊള്ളും. പിന്നെ 34 മത്തായി 6:34 എന്താ വായിക്കുന്നത്? അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. ഇപ്പം ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം എന്താ പറയുന്നത്? 3-ാമത്തെ പ്രാവശ്യം അതേ പോർഷനിൽ തന്നെ നമ്മളിപ്പം മത്തായി 6:25 വായിച്ചു വിചാരപ്പെടരുത്, പിന്നെ 31 വായിച്ചു വിചാരപ്പെടരുത്, ഇപ്പം 34 അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതൊരു ദിവസത്തെ അന്നത്തെ ദോഷം മതി. ഓരോ ദിവസവും അതിൻ്റെതായ ചില ഭാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പം പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ അങ്ങനെ ഒരു വിചാരപ്പെടുന്ന ദൈവം നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റും എന്ന് സൂചിപ്പിക്കുന്ന വേറൊരു വാക്യം എവിടെ? ഫിലിപ്പിയർ 4-ാം 19-ാമത്തെ വാക്യം. അതെല്ലാവർക്കും പരിചയമുള്ള വാക്യമായിരിക്കും അല്ലേ? നമുക്ക് ആ വാക്യം പെട്ടെന്ന് നോക്കുവാണെങ്കിൽ അവിടെ ഭൗതിക ആവശ്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ നമ്മളുടെ ആവശ്യങ്ങളും, നമ്മളുടെ ഫിലിപ്പിയർ 4:19 വാക്യം, എന്റെ ദൈവമോ എന്ന് പറഞ്ഞ പൗലോസ് കോൺഫിഡന്റ് ആയിട്ട് പറയുക വളരെ വിശ്വാസത്തോടെ. പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് പറയുക, ജയിലിന് പുറത്തുള്ളവരുടെ ആവശ്യങ്ങൾ. സാധാരണ ജയിലിനകത്ത് പൗലോസിന് എനിക്കിവിടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്കൊരു പൊതുവില കൊണ്ടുതരണം, എനിക്ക് കുറച്ച് കമ്പിളി പൊതു കൊണ്ടുതരണം, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പറയുകയല്ല. മറിച്ച് എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങൾ ജയിലിന് പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ്, നിങ്ങളായിപ്പം ബുദ്ധിമുട്ടിലുള്ളത്. പൗലോസിന്റെ ആ ഒരു അഭിമാനത്തോടുള്ള കർത്താവിലുള്ള ആശ്രയം, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, എന്തെങ്കിലും കഷ്ടിച്ചു മുഷ്ടിച്ചു അല്ല, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം, ആ സ്വർഗീയമായിട്ടുള്ള ധനത്തിനൊത്തവണ്ണം. ഒരു വലിയ കോടീശ്വരന്മാര് ദാനം കൊടുക്കുന്നത് നമ്മളിപ്പോഴുള്ളവര് ദാനം കൊടുക്കുന്നവരൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ നീഡ്, ഇംഗ്ലീഷിൽ നീഡ്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഗ്രീഡല്ല, നമ്മുടെ അത്യാഗ്രഹമല്ല, ഇത് നീഡ്, നമുക്ക് എന്താണ് ആവശ്യം. അത് ഇപ്പം ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണമാവട്ടെ, പാർപ്പിടമാവട്ടെ, വസ്ത്രമാവട്ടെ, പഠിത്തമാവട്ടെ,
നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ഇമോഷണൽ നീഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മളുടെ പ്രാണന് ആവശ്യമായിട്ടുള്ള ചില ഇമോഷണൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഏകാന്തത, നമ്മുടേതായ ചില മുറിവുകൾ, ചില പഴയ ചില ഓർമ്മകളുടെ ചില കുറ്റബോധത്തിന്റെ ചില മുറിവുകളോ ചില ഭാരങ്ങളോ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇമോഷണൽ നീഡ്സ്, നമ്മുടെ സോഷ്യൽ നീഡ്സ്, നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സാമൂഹികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസപരമായ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാം തീർത്തു തരുവാൻ കർത്താവ് മതിയാവില്ല എന്ന് നമുക്ക് തിരിച്ച് മത്തായി 11 വന്ന് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാമല്ലോ. ആ ഒരു കർത്താവ് നമ്മളെ വിളിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും. നമ്മൾ പല സ്വയത്തിലുള്ള ചില അധ്വാനങ്ങൾ, ശരിയാണ്, നമ്മൾ ശാരീരികമായിട്ടൊക്കെ അധ്വാനിച്ച് ജോലി ചെയ്യേണ്ടവരുണ്ട്. നമ്മൾ എന്താണ് പറയുന്നത്, മനസ്സുകൊണ്ടും മനസ്സുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചൊക്കെ നമ്മൾ ജോലിയിൽ അങ്ങനെ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ നമ്മളുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന ഒരു സ്വസ്ഥത നമ്മളുടെ പ്രാണനെ ധരിക്കുന്നുണ്ടോ, അതോ നമ്മളെ ഒരു വല്ലാത്തൊരു ടെൻഷനും എപ്പം പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സൂയിസൈഡ് ബോംബേഴ്സിനെ പോലെ അങ്ങനെ ഒരു വല്ലാത്തൊരു ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ? അതാ നമ്മളോട് വായിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവര് അല്ലെങ്കിൽ ഭാരം ചുമത്തപ്പെട്ടവർ എന്ന് വേണമെങ്കിൽ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദം അത്. ഹെവി ലീഡൻ എന്ന് പറയുമ്പം ഫോർട്ടിസോ ടു പ്ലേസ് എ ബർഡൻ അപ്പോൺ, നമ്മളായിട്ട് എടുക്കുന്ന ചില ഭാരങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ മേലെ ചെലുത്തുന്ന ചില ഭാരങ്ങളായിരിക്കും. നമ്മുടെ ബോസ്, നമ്മളുടെ സീനിയറായിട്ട് ചില ഉദ്യോഗസ്ഥര്, നമ്മളുടെ അമ്മായിയമ്മ, അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവ്, നമ്മളുടെ മേലധികാരി, മറ്റുള്ളവർ നമ്മൾക്ക് തരുന്ന ചില ഭാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെ എല്ലാവരും ഒന്ന് തട്ടി നിർത്തിക്കോണേ, ഒന്ന് വിളിച്ചോണേ, സാറ് ഒന്ന് ടച്ച് ചെയ്താണ് ഉണർന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള ഭാരങ്ങൾ, പലതരത്തിലുള്ള അധ്വാനം, പലതരത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള ചില ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുക, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയെ ചേരാനോ അല്ലെങ്കിൽ എന്തൊരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ചേരാനോ ഒന്നുമല്ല കർത്താവ് വിളിക്കുന്നത്. എൻ്റെ അടുത്ത് വരും, ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് വരിക എന്നുള്ളതാണ്. പിന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളുമായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. അതാണ് സഭ. യഥാർത്ഥത്തിലുള്ള സഭ എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷനോ ഒരു സംഘടനയോ അല്ല. യഥാർത്ഥത്തിലുള്ള സഭ ഒരു വീടാണ്, ഒരു കുടുംബമാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ കർത്താവനാഥനായിട്ട് നമ്മളെല്ലാവരും ജ്യേഷ്ഠ സഹോദരങ്ങളായിട്ട് ആയിട്ടുള്ളൊരു കുടുംബം. സ്വതസ്സനായ പിതാവും യേശു ജ്യേഷ്ഠ സഹോദരൻ, നമ്മളെ കർത്താവിൻ്റെ അനിയന്മാരും അനിയത്തിമാരുമായിട്ടുള്ള ഒരു കുടുംബമായിട്ട് ആ കുടുംബം കർത്താവിലേക്ക് വരുമ്പോൾ ആ കുടുംബം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവിൻ്റെയിലാണ് നമ്മൾ വ്യക്തിപരമായിട്ട് വരുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത വരുത്തും. അവിടെ ഒരു വേർബായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ താരാട്ട് പാടി ഇങ്ങനെ ഉറക്കുന്നത് പോലെ ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത വരുത്തും, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം എന്നുള്ളൊരു കാര്യം. അവിടെ ഏദൻ തോട്ടത്തില് മനുഷ്യന് നഷ്ടപ്പെട്ടത് പോയത് എന്താണെന്ന് വെച്ചാൽ സ്വസ്ഥതയായിരുന്നു. അവര് ആദാമിനെ അവയെയൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ ചെയ്തേ? വിശ്രമിച്ചു. ഉൽപ്പത്തി 2 ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കറിയാം. മനുഷ്യന്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 6-ാം ദിവസത്തിന്റെ 2ാമത്തെ പകുതിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് തൊട്ടടുത്ത ദിവസം 7-ാം ദിവസം അവിടെ ഒരു ശബ്ദ വിശ്രമമായിരുന്നു. അവിടെ ദൈവമായിട്ടുള്ളൊരു സ്വസ്ഥത. എന്നാൽ അവർ പാപം ചെയ്തതോടുകൂടി ആ സ്വസ്ഥത എങ്ങനെ നഷ്ടപ്പെട്ടു? റെസ്റ്റ്ലെസ്നെസ്, ഭയങ്കര ടെൻഷനും ആകുലതയും വ്യാകുലതയൊക്കെ ആയി. എന്നാൽ തിരിച്ച് ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ, ശരിയാണ്, ഞാൻ മുമ്പ് പറഞ്ഞു വന്നതുപോലെ ചില കാര്യങ്ങളിൽ നമുക്ക് കൺസേൺ, ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കരുതലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണം. ചില നമ്മളുടെ മക്കളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയിലുള്ള സഹോദരങ്ങളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചോ കൺസേൺ, ഹെൽത്തി കൺസേൺ, അത് നല്ലതാണ്. ദൈവം തരുന്ന ആത്മാവിൽ തരുന്ന ഒരു കൺസേൺ. എന്നാൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ അങ്ങ് നിരാശപ്പെടുത്തുന്ന, നമ്മളെ അങ്ങ് നമ്മളുടെ വൈറ്റാലിറ്റി, നമ്മളുടെ ഊർജ്ജസ്വലതയൊക്കെ അങ്ങ് ചോർത്തിക്കളയുന്ന തരത്തിലുള്ള ഒരു പ്രാണനില് നമ്മുടെ സ്വയബലത്തിലുള്ള ചില ഭാരങ്ങളാണെങ്കിൽ അതൊക്കെ മറ്റുള്ളവർ ചുമത്തുന്ന ഭാരങ്ങളാവട്ടെ, നമ്മളായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഭാരങ്ങളാവട്ടെ, ചില പാപത്തിന്റെ കുറ്റബോധത്തിന്റെ ഭാരമാവട്ടെ, ചില കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുടെ ചില ഭാരങ്ങളാവട്ടെ, അതെല്ലാം ചിലപ്പോൾ നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനയുടെ ഒരു ഭാരമായിട്ടായിരിക്കാം. ദൈവത്തോട് ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചു കാര്യത്തിന് വേണ്ടിയെന്ന്, ദൈവം എനിക്ക് ഉത്തരം തന്നില്ല എന്നുള്ള ചില കാര്യങ്ങളായിരിക്കും. അപ്പം ആ ഭാരമെല്ലാം നമ്മളങ്ങ് കർത്താവിലേക്ക് ഇട്ടുകൊടുക്കുക. നമുക്കറിയാം 1 Petrus 5:7, അവൻ നിങ്ങളെ കരുതുന്നവനാകിയ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും
അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 55 22 വാക്യം ആണ് നമ്മൾ ആ സങ്കീർത്തനം 55 നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അവിടെ അതിൽ നിന്നുള്ളൊരു കൊട്ടേഷന് അവിടെ 1 പത്രോസിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് സങ്കീർത്തനം 55 നോക്കട്ടെ, അതെ 55:22 55:22 ഓർക്കാൻ എളുപ്പം. 11 മൾട്ടിപ്പിൾസ് ആണല്ലേ 55:22. സങ്കീർത്തനം 55:22 എന്താ പറയുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മള് കുലുങ്ങി വല്ലാതെ അങ്ങ് സ്വസ്ഥത ഇല്ലാതെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളൊരു കാര്യം അവിടെ വായിക്കുന്നത്. അവിടെ അതിൽ നിന്നുള്ളൊരു കൊട്ടേഷന് പത്രോസ് അവിടെ 1 പത്രോസ് 5:7 പറയുന്നത്. നിങ്ങളെ സകല ചിന്താകുലങ്ങളും അവന്റെ വീട്ടുള്ളൂ. നമ്മളുടെ ഇപ്പം ഈ പണിക്കാരൊക്കെ വീട് പണിയുമ്പോൾ അവര് ഒരാള് കട്ടയെടുത്ത് ഇങ്ങോട്ടിടും, മറ്റേ കട്ടയെടുത്ത് അങ്ങോട്ടിടും എന്ന് പറയുന്നത് പോലെ ലോകത്തിന് ചില ഭാരങ്ങൾ, പിശാച് പല സാഹചര്യമൊക്കെ നമുക്ക് ഈ ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ അത് പിടിച്ചോണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാരം എടുത്ത് കർത്താവിലേക്ക് ഇങ്ങിടണം. അവിടെ ഞങ്ങളുടെ അവിടെ വീട് പണിയുമ്പോൾ അവിടെ അവരിങ്ങനെ കട്ടയെടുത്ത് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ഒരാൾ നിൽക്കുക, അപ്പം മുകളിലത്തേക്ക് കട്ട ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതല്ല. നമ്മൾ ഈ ഭാരം പിടിച്ചുകൊണ്ട് അയ്യോ എനിക്ക് ഭാരം കിട്ടി അതുകൊണ്ട് ഞാൻ ഈ ഭാരമായിട്ട് ഒരുപക്ഷെ നമ്മളുടെ പഴയ പാസ്റ്റിൽ നമ്മൾ പല ഭാരങ്ങളെല്ലാം കത്താനും ഇട്ടുകൊടുത്ത് സ്വസ്ഥരായവരായിരിക്കും. എന്നാൽ പിന്നീട് ചില ഭാരങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു വരുമ്പം ഈ ഭാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ചില കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആഴത്തിലുള്ള ഒരു സ്വസ്ഥത നമുക്കുണ്ടോ? ഇത് ചില കാര്യങ്ങളെ കുറിച്ച് ഒരു പരാതിയും വെറുപ്പും ചില കയ്പ്, നീരസം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടോ? അപ്പൊ ആ ഭാരങ്ങളെല്ലാം അങ്ങ് കർത്താവിന്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ കരുതൽ നമുക്ക് അനുഭവിക്കാനൊക്കെ അവിടെ ഒരു എക്സ്ചേഞ്ച് ഓവറാ. അവൻ നിങ്ങളെ കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളുകയെന്ന് അവിടെ 1 പത്രോസ് 5:7 പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് ഭാരങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്വയത്തിന്റെ ഭാരങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവ് തരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു കരുതൽ, ഒരു ടെൻഡർ ലവിങ് കെയർ, TLC എന്നൊക്കെ ഞങ്ങള് മെഡിക്കൽ ചില ആ പേഷ്യന് കുറച്ച് TLC ആവശ്യമുണ്ട്, കുറച്ച് ടെൻഡർ ലവിങ് കെയർ ആവശ്യമുണ്ട്. ചില കൂടുതൽ മരുന്നല്ല ആവശ്യമുള്ള, കുറച്ചൊന്ന് സമാധാനത്തോടൊന്ന് സംസാരിച്ചാൽ മതി, പുള്ളിയുടെ അസുഖമൊക്കെ മാറുമെന്ന് പറയും. TLC ടെൻഡർ ലവിങ് കെയർ, ചില കുറച്ചൊരു കർത്താവിന്റെ ഒരു ടെൻഡർ ലവിങ് കെയർ, കർത്താവിന്റെ ഒരു ആശ്വസിപ്പിക്കൽ, കർത്താവിന്റെ ഒരു ആശ്വാസവും ഒരു തോളത്തൊക്കെയുള്ള ഒരു കർത്താവിന്റെ ഒരു സ്വസ്ഥത. ആ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്വസ്ഥത, സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറയുമ്പോൾ ഗലാത്യർ 5:22 സ്നേഹ, സന്തോഷം, സമാധാനം. ആ സമാധാനമാണ് ഈ സ്വസ്ഥത. ആ ഒരു അവിടെ സ്വസ്ഥത നമുക്ക് സങ്കീർത്തനം 131 എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം 117 സങ്കീർത്തനം, ഏറ്റവും ചെറിയ സങ്കീർത്തനം. അതുപോലെ തന്നെ വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് 131 സങ്കീർത്തനത്തിൽ. അവിടെ ഒരു സ്വസ്ഥതയുടെ സങ്കീർത്തനമാണ്. ദാവീദ് പറയുക 131 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ഈ സ്വസ്ഥത പ്രാപിച്ച ഒരു കുഞ്ഞിനെ കുറിച്ച്, ഒരു കുഞ്ഞിന്റെ ഹൃദയത്തോടെ ദാവീദ് പറയുക, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആൻസർ ഇല്ല. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അനുവദിച്ചത്? ചിലരുടെ മരണം, ചില ആക്സിഡന്റുകൾ, പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹൃദയത്തിൽ അത് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അങ്ങ് അനുവദിച്ചല്ലോ. കർത്താവേ, ഞാൻ അങ്ങയിലെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഒന്നും തിങ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല പല കാര്യങ്ങളിലൊന്നും ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം, റഷ്യ ഉക്രൈൻ വാർ, വലിയ ഡിഫിക്കൽട്ടായിട്ട് കാര്യങ്ങളിലൊന്നും എനിക്ക് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, റഷ്യ ഇങ്ങനെ ചെയ്യണം, യുക്രൈൻ ഇങ്ങനെ ചെയ്യണം, ഇപ്പൊ ഇന്നടത്ത് ബോംബിടണം, ഇന്നടത്ത് നമ്മള് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും തിങ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ. അതിന്റെ എങ്ങനെ പ്രാണനെ മിണ്ടാതെ താലോലിച്ച് മിണ്ടാതാക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 131 2-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഐ ഹാവ് കമ്പോസ്ഡ് ആൻഡ് ക്വയറ്റഡ് മൈ സോൾ. പരിശുദ്ധാത്മാവാണ് നമുക്ക് നമ്മുടെ പ്രാണനിലെ, നമ്മുടെ ആത്മാവില് ആ ഒരു സ്വസ്ഥത പരിശുദ്ധാത്മാവെന്ന് നിറയ്ക്കുമ്പോൾ ആ സ്വസ്ഥത ഒന്ന് നിറഞ്ഞു കവിഞ്ഞ് പ്രാണനിലേക്കും ഒരു സ്വസ്ഥത. അതാ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകൂടി മാറിയ പൈതൽ എന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞ് പാലൊക്കെ കുടിച്ച് ഫുള്ളോടായിട്ട് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ മാർബില് സ്വസ്ഥതയോടെ ചാരിക്കിടന്ന് ഉറങ്ങുന്നത് പോലെ, നമ്മളിപ്പോൾ ആ പിക്ചറിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ ഇടുന്നത് പോലെ, അതുപോലെ ഒരു സ്വസ്ഥത നമുക്കുണ്ടോ? എല്ലാ ഭാരങ്ങളും കർത്താവേ എല്ലാം അവിടത്തേക്ക് അറിയാം, എല്ലാം കരുതിക്കൊള്ളു. കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്നവരാണ്, പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നതെന്ന അങ്ങനെയുള്ള വലിയൊരു സ്വസ്ഥത. പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകൂടി മാറിയതുപോലെ ആകുന്നു. ഇസ്രായേൽ ഇന്നു മുതൽ എന്നേക്ക് യഹോവയിൽ പ്രത്യാശ വെച്ച് കൊള്ളുക എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കും. നമ്മുടെ സങ്കീർത്തനം
അത്രയും പോയ സ്ഥിതിക്ക് നമ്മൾ യെശയ്യാവ് 51 ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. സ്വസ്ഥതയില്ല 57 യെശയ്യാവ് 57 സ്വസ്ഥത ഇല്ലാത്തവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നത്. 57 20-21 വാക്യങ്ങൾ. ദുഷ്ടന്മാരോ സ്വസ്ഥത ഇല്ലാത്തവര്, നമ്മുടെ ജഡത്തിലുള്ള ദുഷ്ടതയിൽ നമ്മളായിരിക്കുമ്പോൾ കലങ്ങി മറിയുന്ന കടൽ പോലെ ആകുന്നു. ഭയങ്കര തിരമാലകളും അലകളും ഒക്കെ ആയിട്ട് കലങ്ങി മറിയുന്ന കടൽ പോലെ ആകുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അതിൽ വെള്ളം ചേറും ചെടിയും മേലോട്ട് തൊള്ളുന്നു. പഴയ അന്ന് അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ ചിലരോട് നമ്മൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവരെന്താ ഇങ്ങനെ, അവരെന്നോട് എന്താ അങ്ങനെ പെരുമാറി, അങ്ങനെയൊക്കെയുള്ള പല പരാതിയും പിറുകർക്കും. ശരിയാണ്, ദൈവം അറിയാതെ അനുവദിക്കാനൊന്നും സംഭവിക്കുന്നില്ല. പല സാഹചര്യങ്ങളാവട്ടെ, പല വ്യക്തികളാവട്ടെ, എല്ലാവരോടും ഒന്ന് ക്ഷമിക്കുന്നു, എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ മേലെ ഇട്ടുകൊടുക്കുന്നു. എന്നിട്ട് പറയുക, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് യെശയ്യാവ് പറയുന്നത്. യെശയ്യാവ് വലിയ സമാധാനത്തോടെ പറയുന്നത്. അതേ കാര്യത്തിന് ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് ഇതേ യെശയ്യാവിന് 48-22 പറയുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് 48 ഒന്ന് വരുവാണെങ്കിൽ യെശയ്യാവ് 48-22 ഇതാ പറയുന്നത്, ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പേ അതിന്റെ 18ാമത്തെ വാക്യം, കഴിഞ്ഞ ദിവസം ഒരു സൗകര്യക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആ വാക്യം ഇട്ടല്ലോ. 48-18 വാക്യം, യെശയ്യാവ് 48-18 എന്താ പറയുന്നത്? നീ എന്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും, വലിയൊരു നദി പോലെയുള്ള ഒരു സമാധാനം, നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും, സമുദ്രത്തിലെ തിര അവസാനിക്കാത്തതുപോലെ അതുപോലെ എപ്പോഴും നിറഞ്ഞു കവിയുന്ന ഒരു തിര, അതുപോലുള്ള ഒരു കർത്താവിന്റെ നീതി അതുപോലെ ആകുമായിരുന്നു. കർത്താവിനെ നമ്മൾ കേട്ടനുസരിക്കും. യു ഹാഡ് പീഡ് അറ്റൻഷൻ ടു മൈ കമാൻഡ്മെന്റ്, കർത്താവിന്റെ ആ കൽപ്പന കേട്ട് നമ്മൾ ആ കൽപ്പനയ്ക്ക് കീഴടങ്ങി കൊടുക്കുവാണെങ്കിൽ, കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങി കൊടുക്കുവാണെങ്കിൽ ഈ ഒരു സ്വസ്ഥത വരുന്നത്. അതേ കാര്യം തന്നെ കർത്താവ് ഇവിടെ മത്തായി 11:28 നമ്മൾ വായിച്ചു. ഞാൻ കൂടുതലൊന്നും പറയാൻ സമയമില്ല, ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് പറയാനുണ്ടല്ലോ. 29ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആ കർത്താവ് സ്വസ്ഥത തരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? എന്റെ നുകം എടുക്കണം, ആ സ്വസ്ഥതയിൽ തന്നെ നിലനിൽക്കണം. നമുക്ക് കർത്താവിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്വസ്ഥത കർത്താവ് നമുക്ക് തരുന്നു, വലിയൊരു ആശ്വാസം തരുന്നു. എന്നാൽ ആ സ്വസ്ഥതയിൽ തന്നെ തുടർന്ന് നിലനിൽക്കണമെങ്കിൽ കർത്താവിന്റെ കൂടെ നമ്മൾ നടക്കണം. അതാണ് നമ്മൾ മത്തായി 11:29 വാക്യത്തിൽ, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകില്ല. ആ ഹൃദയത്തിൽ എന്നുള്ളത് മലയാളം ട്രാൻസ്ലേഷൻ വിട്ടുപോയി, ഇംഗ്ലീഷിൽ ഉണ്ട് ഹംബിൾ ഇൻ ഹാർട്ട്. ഗ്രീക്കിൽ കാർഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വിഭാഗമാണ്. അപ്പൊ അത് മലയാളം പരിഭാഷയിൽ അവിടെ സത്യവേദ പുസ്തകത്തിൽ വിട്ടുപോയൊരു കാര്യമാണ്. അവിടെ ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിയാൽ, ആദ്യം കർത്താവ് സൗമ്യതയുടെ കാര്യമാണ് പറയുന്നത്, കർത്താവിൽ നിന്ന് പഠിക്കുവാനാണ് പറയുന്നത്. അപ്പൊ ഒരാളെ നമ്മൾ ഒരു ടീച്ചറിനെ നിന്ന് പഠിക്കുന്നത് പോലെ, ഒരു പിതാവിൽ നിന്ന് പഠിക്കുന്ന പോലെ, അപ്പനിൽ നിന്ന് പഠിക്കുന്നത് പോലെ കർത്താവിൽ നിന്ന് പഠിക്കുവാനാണ് പറയുന്നത്. അപ്പൊ ഒരാളെ നമ്മൾ ആദ്യം കണ്ടുമുട്ടുമ്പം അയാളുടെ സൗമ്യതയാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. പിന്നീട് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ആ താഴ്മയിൽ നിന്നാണ് ആ സൗമ്യത വരുന്നത്. അത് ആദ്യം സൗമ്യത എന്ന് പറഞ്ഞിട്ട് പിന്നെ താഴ്മ എന്ന് പറയുന്നത്. അതാ കർത്താവിന്റെ സൗമ്യത. കർത്താവ് എന്തുകൊണ്ടാണ് കർത്താവിന്റെ ആ സൗമ്യത അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് സൗമ്യത, ജെന്റിൽനെസ് എന്നുള്ള കാര്യം നമുക്കറിയാം. മത്തായി 5:23 വാക്യം നമുക്കറിയാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സൗമ്യത കർത്താവിനുണ്ടായിരുന്നു. ഹൃദയത്തില് താഴ്മ, ഹൃദയത്തില് ദൈവത്തിന്റെ മുമ്പാകെ, പിതാവിന്റെ മുമ്പാകെ തന്നെ ഒരു താഴ്ത്തി, താൻ സർവശക്തനായ ദൈവമാണ് യേശു കർത്താവ്. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി താഴ്മയിലാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ ഈ സ്വസ്ഥതയിൽ തന്നെ നമ്മൾ നിലനിൽക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് നമ്മളത് പഠിക്കണം. അതാ പറയുന്നത്, സൗമ്യത ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്റെ നുകം, ബാക്കി ന്യായപ്രമാണത്തിന്റെ നുകത്തിലായിരുന്നു അവിടെ നമ്മുടെ ഈ യഹൂദന്മാരെല്ലാം അവർക്ക് ന്യായപ്രമാണത്തിൻ്റെതായ നുകം എന്നുള്ള വാക്ക് ദൈവത്തിനോടുള്ള ഒരു ഒബ്ലിഗേഷനായിട്ട് അവര് യഹൂദന്മാർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കായിട്ട് വേദശാസ്ത്രജ്ഞര് പറയാറുണ്ട്. ഈ മുഖം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനോടുള്ള ഒരു കടപ്പാടിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട്. അത് ന്യായപ്രമാണത്തിന് മുഖം, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 15:10 നമ്മൾ അവിടെ നോക്കിയാൽ ന്യായപ്രമാണത്തിന് മുഖത്തെയാണ് അവിടെ നുകം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആർക്കും എടുക്കാൻ കഴിയാത്ത ഒരു ന്യായപ്രമാണത്തിന് നുകം, ആ ന്യായപ്രമാണത്തിന് നുകമായിരുന്നു അവർക്കുണ്ടായിരുന്ന യഹൂദന്മാർക്ക്. എന്നാൽ കർത്താവ് പറയുക, നിങ്ങൾ ഈ നുകമൊക്കെ ചുമന്നുകൊണ്ടിരിക്കാതെ എന്റെ നുകത്തിലേക്ക് വരുവിൻ. കർത്താവിന്റെ നുകം എന്ന് പറഞ്ഞാൽ എന്താ? അത് ന്യായപ്രമാണമാണെങ്കിൽ കർത്താവിന്റെ വചനമാണ് കർത്താവിന്റെ നുകം. ആ വചനത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ, വചനമാണ് കർത്താവിന്റെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം അവിടെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ, നമ്മുടെ കഴുത്ത് ആ നുകത്തിന് മേലെ വെക്കുമ്പോൾ അവിടെ ഒരു ക്രൂസ് ഉണ്ട്. കർത്താവിന്റെ നുകം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനമാണ്. ആ വചനത്തിന് കീഴടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രൂസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം പോലെ അല്ല,
ഞാൻ ഇതുവരെ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു, ഇനി ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അല്ല, ഞാനിനി യേശുവിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് എന്നെ തന്നെ അങ്ങ് കൊടുക്കുന്നു. അവിടുത്തെ ആ വചനത്തിന്, അവിടുത്തെ ഇഷ്ടത്തിന് ഞാൻ കീഴടങ്ങി കൊടുക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ കീഴടങ്ങി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, യേശുവിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൽ നിന്ന് ആ താഴ്മ പഠിച്ചുകൊണ്ട് കർത്താവ് പിതാവിന് അതുപോലെ കീഴടങ്ങി കൊടുത്തു. അങ്ങനെ കർത്താവിൻ്റെ സൗമ്യത ഉളവായി, കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവം ഉളവായി. അപ്പം ഞാനും കർത്താവിനോടുകൂടി പഠിച്ച് കർത്താവ് എങ്ങനെ പിതാവിന് തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നു. അല്ലാതെ ഒന്നും ചെയ്യാൻ അറിയാത്ത ആ യേശുവിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി അവിടെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ യേശുവിൻ്റെ ഒരു സ്വഭാവം ഉരുവാക്കും. അങ്ങനെ നിങ്ങളുടെ പ്രാണന്, ആത്മാക്കൾക്ക് എന്നുള്ളതിനെക്കാട്ടിലും കറക്റ്റായിട്ടുള്ള പരിഭാഷ സൈക്കി സുഖേ എന്നുള്ള ഒരു വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രാണന്. നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് അവിടുത്തെ സ്വസ്ഥത നിറയും. എന്നാൽ അത് അവിടെ തന്നെ നിൽക്കുന്നില്ല, അത് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനിലും പിന്നെ നമ്മുടെ ദേഹത്തിലെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലൂടെ, നോട്ടത്തിലും ഒക്കെ, നമ്മളുടെ പ്രവൃത്തികളിലൊക്കെ ആ ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെയുള്ള ഇടപെടലുകളായിരിക്കും. ഭയങ്കര വെപ്പാളം, ടെൻഷൻ, അത് ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതല്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ശരിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഹൃദയത്തിലൊരു സ്വസ്ഥതയോടെ ആ കാര്യങ്ങളൊക്കെ സ്പീഡ് ചെയ്യാൻ തക്കവണ്ണം അത് ആ ഒരു പ്രാണന ആശ്വാസം കണ്ടെത്തത്. യെരമ്യാവ് 6:16 എന്നുള്ളൊരു കോട്ട, അവിടെ യഹോവയായ ദൈവം തരുന്ന സ്വസ്ഥതയെ കുറിച്ച് പറയുന്നത് അതേ കാര്യം തന്നെ യേശു പറയുക, ഞാനാണ് യഹോവ അയച്ച ദാസനായിട്ട്, യഹോവയുടെ അഭിഷിക്തനായിട്ടുള്ള ദൈവപുത്രനായിട്ടുള്ള ദൈവത്വത്തിൽ രണ്ടാമനായിട്ടുള്ള ഞാനാണ് നിങ്ങൾക്ക് ആശ്വാസം തരുന്നതെന്ന് കർത്താവ് അവിടെ യെരമ്യാവ് 6:16 കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുക. എൻ്റെ മുഖം മൃദുവാണ്, അത് ഈസിയാണ്. അത് ക്രിസ്റ്റോസ് എന്നുള്ളൊരു ഗ്രീക്ക് പദം, അത് ഫിറ്റിംഗ് ആണ്. അത് ഇൽ ഫിറ്റിംഗ് അല്ല, ഫിറ്റിംഗ്, അതായത് വളരെ ടൈലർ മെയ്ഡ് ആയിട്ട് ഉള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്നതനുസരിച്ചുള്ളത്. അത് വളരെ മൃഗങ്ങൾക്ക് മേലെ മുഖം വെക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര റഫായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ കഴുത്തിലെ തോലൊക്കെ പോവും. എന്നാൽ മൃദുവായിട്ട് നമുക്ക് നമ്മളുടെ അതനുസരിച്ച കർത്താവ് നമുക്ക് കർത്താവിൻ്റെ നമ്മളുടെ ആ ഒരു നമുക്ക് താങ്ങുന്നതിനനുസരിച്ച കർത്താവ് നമുക്ക് കാര്യങ്ങളെ കർത്താവിലേക്ക് നമ്മളെ വഴി നടത്തുന്ന കാര്യം. കർത്താവിൻ്റെ ആ മുഖം മൃദുവാണ്, കർത്താവിൻ്റെ ആ വചനമാകുന്ന മുഖം അത് മൃദുവാണ്. അവിടുത്തെ ചുമട് ലഘുവാണ്. ചുമട് എന്ന് പറഞ്ഞാൽ ചുമട് ലഘുവാണെന്ന് പറയുമ്പോൾ യോഹന്നാൻ 1:5 വാക്യത്തില് കർത്താവിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ലെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ചുമട് എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കമാൻഡ്മെന്റ്സ്, കൽപ്പനകൾ, ആ ചുമട് അത് ഭാരമുള്ളവയല്ല. എന്ന് വെച്ചാൽ ഭാരമല്ല, ആരാ താങ്ങുന്നേ? എൻ്റെ ഭാരം താങ്ങുന്നത് കർത്താവാണ്. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ആ മുഖത്തിന്റെ കീഴിൽ അങ്ങ് കർത്താവിന്റെ കൂടെ പോയാൽ മതി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവിന് എൻ്റെ ജീവിതത്തിന്റെ ഭാരങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങ് താങ്ങിക്കൊള്ളും. അവിടെ കർത്താവ് പറയുന്ന കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴും 12-ാം അധ്യായത്തിൽ അവിടെ ശബത്തിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ആ ശബത്ത് വിശ്രമമാണ് കർത്താവ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കർത്താവ് അവിടെ ആക്ഷരികമായിട്ടുള്ള ശബത്തൊക്കെ ലംഘിച്ചുകൊണ്ട് ശിഷ്യന്മാര് ധാന്യങ്ങള് ഭക്ഷിക്കുമ്പോൾ താനാണ് യഥാർത്ഥത്തില് ശബത്തിന്റെ കർത്താവ് എന്നുള്ള ഒരു കാര്യമൊക്കെ കർത്താവ് അവിടെ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ അറിയാം. അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മുമ്പില് കർത്താവ് മാനസാന്തരപ്പെടാത്ത അനേകം കർത്താവിന്റെ അത്ഭുതങ്ങൾ നടന്നു എന്ന മാനസാന്തരപ്പെടാത്ത ചില പട്ടണങ്ങളെ കുറിച്ച് 20 മുതലുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്ന കൊരാസീൻ, ബത്സൈദ, കഫർനഹൂം എന്നുള്ള ആ പട്ടണങ്ങളൊക്കെ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടും നിങ്ങളൊന്നും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നാൽ ഈ കർത്താവിന് വലിയ കാര്യങ്ങളൊക്കെ ആർക്കാ വെളിപ്പെടുത്തുന്നത് വെച്ചാൽ ശിശുക്കൾക്കാണ് വെളിപ്പെടുന്നത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും അല്ല, ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തുന്നത്. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു അത് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പിതാവിനെ വെളിപ്പെടുത്തുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഈ ശിശുക്കൾക്ക്, പുത്രൻ. അതാ 27-ാമത്തെ വാക്യത്തില് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവിന് മാത്രമേ പുത്രനെ അറിയാത്തുള്ളൂ. പിന്നെ പുത്രനെ ആർക്കാ അറിയാൻ പറ്റുന്നത്? പിതാവിന് മാത്രമേ പുത്രനെ അറിയാവുള്ളൂ എന്ന് 27-ാമത്തെ വാക്യത്തിൽ ആദ്യം പറയുന്നത്. അതിന്റെ പറയാം പിന്നെ പിതാവിനെ ആർക്കാ അറിയാൻ പറ്റുന്നത് വെച്ചാൽ പുത്രനും യേശുവിനെ അറിയാം. പിന്നെ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് ഈ പിതാവിനെ അറിയത്തുള്ളൂ. ആർക്കാ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് അതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞ 25-ാമത്തെ വാക്യത്തിൽ ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്കൊരു ശിശുവാകാൻ ഒക്കുന്നേ? അതാ 28-ാമത്തെ വാക്യം നമ്മളിപ്പോൾ ആദ്യം വായിച്ച വാക്യം. ഒരു ശിശുവാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഭാരം ചുമക്കുന്ന അവസ്ഥയില് കർത്താവിലേക്ക് വന്ന് നമ്മൾ ഭയങ്കര ഭാരമൊക്കെ ചുമന്ന വലിയ എന്നെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ ഭാരം ചുമന്നുകൊണ്ടിരിക്കും. എന്നാൽ ശിശുക്കൾക്കാണ് കർത്താവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മളൊരു ശിശു ആവാൻ വേണ്ടി കർത്താവിലേക്ക് അങ്ങ് വന്നാൽ മതി. കർത്താവാണ് ഒരു ശിശുവിനെ പോലെ നമ്മൾ കഴിഞ്ഞ യോഹന്നാൻ 5:19-20 വായിച്ചതുപോലെ കർത്താവ് പിതാവിനെ നോക്കി
അപ്പോൾ ഇത് കാണിച്ചിരുന്നു മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ എന്നുള്ളൊരു ശിശുവിനെ പോലെ കർത്താവ് ജീവിച്ചു. അപ്പം കർത്താവിനെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ശിശുവിന്റെ നമ്മൾ ഉരുമാറിയ ഒരു കുഞ്ഞ് അമ്മയുടെ മാർവിൽ വിശ്രമിക്കുന്ന സ്വസ്ഥതയെ കുറിച്ച് നമ്മൾ 134 സംഗീതത്തിൽ കേട്ടതുപോലെ നമ്മൾ ആ ഒരു സ്വസ്ഥതയിലേക്ക് വരും. ആ വലിയൊരു നമ്മൾ ഇതുവരെ അനുഭവിച്ചതിലും വലിയൊരു സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കർത്താവിന്റെ ആ വചനത്തിന് നമ്മളെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അതിനൊക്കെ അങ്ങ് കീഴ്പ്പെടുത്തി കൊടുത്ത് കർത്താവിന്റെ മുഖത്തിന് നമുക്ക് അങ്ങ് തലവെച്ച് കൊടുക്കാം. അപ്പം വലിയൊരു സ്വസ്ഥത. അവിടെ ഒരു പളുങ്ക് കടല്, കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഒരു പളുങ്ക് കടല ഉള്ളതെന്നാ നമ്മളെ അതുകൂടെ പറഞ്ഞാണെങ്കിൽ നിർത്തട്ടെ. വെളിപ്പാട് 4:6 അത് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ പളുങ്ക് കടൽ എന്ന് പറഞ്ഞാൽ സീ ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അലമാലകളില്ലാത്ത ഒരു പളുങ്ക് കടൽ. നമ്മള് കലങ്ങി മറിയുന്നൊരു കടലിനെ നമ്മളിപ്പോൾ ഏഷ്യ 57:21-20 നമ്മൾ കണ്ടു. പിന്നെ കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ സ്വസ്ഥതയാണുള്ളത്. ആ പളുങ്ക് കടലിന്റെ മീതെയാണ് ജയാളികൾ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ വെളിപാട് 15:2 നമ്മൾ കാണുന്നത്. ആ തീ കലർന്ന ആ പളുങ്ക് കടലിന്റെ മീതെയാണ് ആ ജയാളികൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവിന്റെ ആ മുഖത്തിന് അങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ സ്വസ്ഥത നിറച്ച് നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ എന്താ, ആ പളുങ്ക് കടലിന്റെ മേലെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയോടെ ഒരു സമാധാനത്തോടെ കർത്താവെല്ലാം അറിയുന്നു, കർത്താവിന്റെ സമയത്തെല്ലാം ദൈവം ഏറ്റവും നന്മയ്ക്കായിട്ട് ചെയ്യും എന്നുള്ള വലിയൊരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വസ്ഥതയിലേക്ക്, വലിയൊരു വിശ്രമത്തിലേക്ക് വരുവാൻ, വലിയൊരു ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണിൻ മണി പോലെ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കുന്ന സ്നേഹമാകുന്ന കർത്താവ്, ദൈവസ്നേഹമാകുന്നു. കർത്താവ് തന്നെ സ്നേഹമാണ്. മുള്ളിൻ്റെ കുരുക്കിലൊന്നും വീണ് കിടക്കാതെ, മുള്ളിൻ്റെ കുരുക്കില് കുഞ്ഞാട് വീട് കിടന്നപ്പോൾ ഇടയൻ വന്ന് അതിനെ തോളിലേറ്റി കൊണ്ടുവന്ന കാര്യം നമ്മൾ ലൂക്കോസ് 15 വായിക്കുന്നത് പോലെ കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പൊന്നും യേശുവില്ല. ആ കുഞ്ഞാട് ആ ഇടയൻ്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പാടുമ്പോൾ പ്രാണനേക്കാട്ടിലരികിൽ ആരാ ഉള്ളേ? എൻ്റെ യേശു കർത്താവുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭയപ്പെടുവാൻ ഇനി നേരമില്ല. നമുക്ക് ടെൻഷൻ അടിക്കാനോ ഭയപ്പെടാനോ ആകുലപ്പെടാനോ ഒന്നും നേരം തന്നെ ഇല്ല. നമുക്ക് കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള നേരമേ ഉള്ളൂ. ഭയപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള നേരമില്ല. ആ കുഞ്ഞാട് ഇടനാകുന്ന കർത്താവിലേക്ക് തന്നെ ആട് എത്ര മുള്ളിൻ്റെ കുരുക്കിലത് വീട് കിടന്നപ്പോൾ അത് വിചാരിച്ച് കാണും, അയ്യോ ഇനിയിപ്പം ഇടയനെ ഞാൻ പറഞ്ഞനുസരിക്കാതെ ബാക്കിയുള്ള ആട്ടിക്കൂട്ടത്തിൽ നിന്നൊക്കെ ഞാൻ തെറ്റിപ്പോയി, ഞാനിപ്പോൾ മുള്ളിൻകുരക്കിൽ വീണ് കിടക്കുക, ഇനിയിപ്പോൾ എൻ്റെ കാര്യം പോക്കാം, വല്ല ചെന്നായ്ക്കൾ വന്ന് പിടിച്ചു തിന്നും എന്ന് അതിങ്ങനെ അതിൻ്റെ മരണത്തെ കാതോർത്തിരുന്നപ്പോൾ എന്തോ ചില അനക്കങ്ങളൊക്കെ കേട്ടപ്പോൾ വിചാരിച്ച് ചെന്നായി വന്ന് അനക്കുമായിരിക്കും. അപ്പോഴാവും എൻ്റെ ഇടയനാണ് മലഞ്ചെരുവിലൊക്കെ ആ ഇടയനെ അള്ളിപ്പിടിച്ച് വന്ന് വളരെ റിസ്ക് എടുത്ത് ഈ കുഞ്ഞാടിനെ തോളിലേക്കുന്ന ആ ഒരു ഇടയൻ നമ്മളതുപോലെ നിത്യനാശത്തിലേക്ക് നിബന്ധിക്കാമായിരുന്ന ആ ഒരു മലയുടെ ആ അവസ്ഥയിൽ നിന്ന്, ആ ഒരു ക്ലിഫിൽ നിന്ന് നമ്മൾ താഴോട്ട് വീഴാൻ പോവുക. എന്നാൽ കർത്താവ് ക്രൂസിൽ പിതാവിനാൽ കൈവിടപ്പെട്ട് പിന്നെ വാരികോരിയെടുക്കാൻ വേണ്ടി കർത്താവ് ക്രൂസിൽ തൻ്റെ കരങ്ങളെ വിരിച്ചു തന്നെ കർത്താവ് ആ കുഞ്ഞാട് തോളത്തിരിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കണ്ണ് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇടയൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞാട് നന്ദിയോടെ നോക്കിയതുപോലെ നമുക്കും ഈ കർത്താവിനെ നന്ദിയോടെ നോക്കിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ മാർബിലുള്ള ഒരു വലിയ സ്വസ്ഥതയോടെ നമുക്ക് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാ
മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീനാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൻ തുമ്പമൊന്നും ഏസിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൻ തുമ്പമൊന്നും ഏസിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. അതെ, തള്ളിക്കളയാതെ. ബാക്കി ലോകത്തിലുള്ള പലരും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളുടെ പല പരിചയക്കാരും ഒക്കെ ഇവരെ കൊണ്ടെന്ത് കൊള്ളാം, ഇവളെ കൊണ്ടെന്ത് പ്രയോജനം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നെ തള്ളിക്കളയുമ്പോൾ തള്ളിക്കളയാതെ മാർവിൽ ചേർക്കുന്ന ആ സ്നേഹനിധിയായ കർത്താവിനെ, ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ കരവലയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ചേർത്ത് കൊടുക്കാം. അവിടുത്തെ മുഖം ഏറ്റെടുക്കാം. അവിടുത്തെ ആ വചനം അതിനെ കീഴടക്കി കൊടുക്കാം. നമ്മളുടെ സ്വന്തമായിട്ടുള്ള എല്ലാ ഇഷ്ടങ്ങളെയെല്ലാം അവിടുത്തെ ആ മുഖത്തിൻ്റെ കീഴിൽ ബലിയാക്കി അവിടുന്ന് തരുന്ന ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കർത്താവിൻ്റെ ആ താഴ്മയും സൗന്ദര്യമൊക്കെ പഠിച്ച് കർത്താവിൻ്റെ താഴ്മ പഠിച്ച് കർത്താവ് തന്നെ പിതാവിന് മുമ്പാകെ പിതാവിൻ്റെ മുഖം എടുക്കാനായിട്ട് തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ പോലെ കർത്താവിൻ്റെ മുഖം എടുക്കാനായിട്ട് നമുക്ക് കർത്താവിൽ നിന്ന് താഴ്മ പിടിച്ച് കർത്താവ് തന്നെ താഴ്ത്തി കൊടുത്തതുപോലെ നമുക്കും നമ്മളുടെ ആ സ്വയംബലത്തിൻ്റെ കഴുത്ത് കർത്താവിന് മുമ്പാകെ താഴ്ത്തി കൊടുക്കാം. കർത്താവിൻ്റെ വചനത്തിന് മുഖം അവിടുന്ന് നമ്മുടെ മേൽ വയ്ക്കട്ടെ. ആ താഴ്മയോടെ നമ്മൾ ആ മുഖം ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളുടെ ഒന്ന് നിറഞ്ഞ് വലിയ സ്വസ്ഥതയും സൗമ്യതയൊക്കെ നമ്മളെ നിറഞ്ഞ് കവിയും. കർത്താവിൻ്റെ മുഖം ഏറ്റവും മൃദുവാണെന്നും കർത്താവിൻ്റെ ചുമട് ലഘുവാണെന്നും മനസ്സിലാവും. എന്തുകൊണ്ടെന്നാൽ ചുമടിൻ്റെ ഭാരമെല്ലാം വഹിക്കുന്ന കർത്താവ്. ഞാനിവിടെ ജസ്റ്റ് ഈ ടേബിളിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ, അപ്പനാണ് ടേബിളെല്ലാം വലിച്ച് മുറിക്കകത്തോട്ടാക്കിയത് എന്ന് പറയുന്നതുപോലെ കർത്താവേ അവിടുന്ന് ചുമടിൻ്റെ ഭാരമെല്ലാം വഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ ഇതെല്ലാം കാര്യങ്ങൾ പല പല ഉത്തരവാദിത്തങ്ങളും പല കാര്യങ്ങളും എല്ലാം ഉണ്ട്. രോഗാവസ്ഥകളോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ
വ്യക്തിബന്ധങ്ങളിൽ നിന്നുള്ള പല ഉലച്ചിലുകളോ പല ഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ കർത്താവിൻ്റെ മുഖത്തിൻ്റെ കീഴിലങ്ങ് ആവുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങി കൊടുക്കുമ്പോൾ പിന്നെ ഭാരമൊക്കെ കർത്താവ് വഹിക്കുന്നത്. ഞാനിങ്ങനെ മുഖത്തിൻ്റെ കീഴിൽ കയറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവ് ആ ഭാരമെല്ലാം വഹിച്ചുകൊള്ളു. അത് എൻ്റെ ഭാരമെല്ലാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ പ്രാണന്റെ ഭാരവുമെല്ലാം കർത്താവിൻ്റെ മേലിട്ട് കൊടുക്കുമ്പോൾ കർത്താവിന് എൻ്റെ ഭാരമെല്ലാം വഹിക്കും. ആത്മാവിനെ നിറയ്ക്കും. കർത്താവിൻ്റെ ഭാരങ്ങൾ ബാക്കിയുള്ള സഹോദരങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ, അന്യോന്യ ഭാരങ്ങളെ ചുമക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. കർത്താവിൻ്റെ ഭാരങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. ഇത് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഭാരങ്ങളല്ല കർത്താവിൻ്റെ ഭാരങ്ങൾ. അതുകൊണ്ടെന്നാൽ ഇത് ആത്മാവിലുള്ള ഭാരങ്ങളാണ്. മനസ്സിലുള്ള പ്രാണന്റെ ഭാരങ്ങളൊക്കെ കർത്താവിനെ മേൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വരുന്ന ഭാരങ്ങൾ അത് നമ്മളെ തളർത്തുന്നതല്ല, മനസ്സ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നതാണ്. നമ്മളുടെ ആത്മീയ മനുഷ്യനെ കുറച്ചുകൂടെ ഉത്സാഹവും ആ ഒരു ജിമ്മിൽ റെസിസ്റ്റൻസിനോട് എതിർത്ത് മസിൽസ് ബിൽഡപ്പ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മീയ മനുഷ്യൻ കർത്താവിൻ്റെ ആ ഭാരങ്ങളും കർത്താവിൻ്റെ ഹൃദയഭാരങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് ശക്തരായി തീരുക. മറ്റുള്ളവരുടെ ഭാരങ്ങളെ നമ്മൾ ചുമക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുതുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള ഒരു ഭാരമല്ല, മറിച്ച് അത് ആത്മാവിലുള്ള ഒരു ഭാരം, പ്രാർത്ഥനയുടെ ഒരു ഭാരം. അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ ആത്മീയ മസിൽസ് ബിൽഡപ്പ് ചെയ്യുന്ന ആ ഒരു ഭാരങ്ങളാണ്. ആ കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം. കം ടു മീ എന്ന് കർത്താവ് പറഞ്ഞ് നമുക്ക് കർത്താവിലേക്ക് അടുത്ത് വരാൻ നമ്മുടെ സൗകര്യങ്ങളിൽ എല്ലാം പല കാര്യങ്ങൾ കേട്ടു. അതെല്ലാം നമുക്ക് ഹൃദയത്തിൽ കുറിച്ച് വെക്കാം. ഹന്നയുടെ കാര്യവും യോബിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടു. നമ്മളെ കർത്താവ് കാറ്റിനെയും കൊടുങ്കാറ്റിനെയൊക്കെ സ്വസ്ഥമാക്കി നമ്മളെ ശബത്ത് വിശ്രമത്തിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ്, ദൈവജനത്തിനുള്ള ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുമെന്ന്. അതെ, കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്താണ് സ്വസ്ഥതയുള്ളത്. അതിപരിശുദ്ധ സ്ഥലം അത് സ്വർഗം തന്നെ. കർത്താവിലേക്ക് അടുത്ത് വരുമ്പോൾ അവിടെ ഒരു വലിയ സ്വസ്ഥതയുണ്ട്, പടക് കടലുണ്ട്. അത് നമ്മളെ ദരിദ്രനും എളിയവനും ആവുമ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നൊരു ദൈവം. കാക്ക കുഞ്ഞുങ്ങൾക്ക് ഇര കൊടുക്കുന്ന ആ കർത്താവ്, എത്ര വലിയവനായ ദൈവം, എത്ര വലിയ കർത്താവ്. നമുക്ക് ആ കർത്താവിലേക്ക് നമ്മെ തന്നെയും ഏൽപ്പിച്ചു കൊടുക്കാൻ നന്ദി പിതാവേ, നന്ദി യേശുവേ. അവിടുത്തെ ഈ ലോകത്തിനായിട്ട് നന്ദി. ഈ ലോകത്തിൻ്റെ ഭാരമുള്ള ലോകം ഞങ്ങളിനി ഏൽക്കേണ്ടതായിട്ടില്ലല്ലോ. അവിടുത്തെ ലോകം മതിയല്ലോ. അവിടുത്തെ വചനത്തിന് ഞങ്ങൾ കീഴടങ്ങി അവിടുത്തെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവേ, അവിടുത്തെ മൃദുവായിട്ടുള്ള ലോകത്തിന് കീഴിൽ അവിടുന്ന് ചുമട് ലഭ്യമാക്കുവാൻ പറ്റുവാൻ അവിടുന്ന് തന്നെ ഭാരമെല്ലാം വഹിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഞങ്ങളിനി ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഭാരപ്പെടുവാൻ ഇനി നേരം പോലും ഇല്ല. ഞങ്ങൾക്ക് പാടിയതുപോലെ ഞങ്ങളെ മുള്ളിൽ കുലുക്കിന്നൊക്കെ കർത്താവെ രക്ഷപ്പെടുത്തിയ ആ നല്ല ഇടയനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ കർത്താവെ അവിടുന്ന് കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടേ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. എപ്പോഴും കർത്താവെ ആ ഒരു മറുപടി മാറിയ കുഞ്ഞ് പാല് കുടിച്ച് അമ്മയുടെ മറിൽ വിശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ സ്വസ്ഥതയോടായിരിക്കാൻ ഞങ്ങളുടെ തിരക്കുകളുടെ ഇടയിലേക്ക് പോകുമ്പോഴും ബാക്കി പലവിധമായുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാം ഈ സ്വസ്ഥതയോടായിരിക്കാൻ, വലിയ ആശ്വാസത്തോടെ, വലിയ ധൈര്യത്തോടായിരിക്കാൻ ഞങ്ങൾ ഒത്തിരി സഹായിച്ചാൽ നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തിയല്ലോ. നന്ദി യേശുവേ. പ്രാർത്ഥനയുടെ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയുടെയും മാതൃകയുള്ള നാട്ടിൽ തന്നെ. ആമേൻ.